الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العظيم وقال النبي صلى الله عليه وسلم خيركم خيركم لأهلي وأنا خيركم لأهلي عليك بتقوى الله إن كنت عاقلا يهيأ لك الأرزاق من حيث لا تدري ولو أن هذا الرزق يأتي بقوتي لما أكل العصفور شيئا مع النسر. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മൻസൂർ സാഹിബ്, അഡ്വക്കേറ്റ് മൻസൂർ സാഹിബ്, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബന്ധുവുമായ അമീൻ ഫലാഹി ഉസ്താദ് അവറുകളെ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ജമാഅത്തിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാജഹാൻ സാഹിബ്, ജമാഅത്തിൻ്റെ ഖജാൻജി അബ്ദുൽ മജീദ് സാഹിബ്, മറ്റ് ഉമറാക്കളെ, ഉലമാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, പന്തളം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റമളാൻ മുന്നൊരുക്കം ത്രിദിന പ്രഭാഷണത്തിൻ്റെ പ്രഥമ നിശീഥിനിയിലാണ്, പ്രഥമ രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ പണ്ട് ഇവിടെ ഒന്ന് വന്നതായിട്ട് ഓർക്കുന്നു. ഒരു 25 വർഷം മുമ്പ് ഒരു വാഴത്തിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പല കമ്മിറ്റികളും മാറിയെങ്കിലും പല ഇമാമിങ്ങളും മാറിയെങ്കിലും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണമെന്നറിയില്ല. വല്ല വിരോധവും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. പിന്നെ അമീൻ ഉസ്താദിൻ്റെ പിതാവിൻ്റെ ഉമ്മയും എൻ്റെ പിതാവിൻ്റെ ഉമ്മയും സ്വന്തം സഹോദരിമാരാ. അപ്പം ചെറിയ ബന്ധമല്ലല്ലോ, ആണോ? വലിയ ബന്ധമല്ലേ? അമീൻ ഉസ്താദിന് തിരക്കാണ്. വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന കുടുംബ ബന്ധമൊക്കെ ചേർക്കാൻ ഉസ്താദിന് കഴിയുന്നില്ല, അല്ലേ? കാരണം നമുക്ക് അറിയാം, ഒരു മഹലിലെ ഇമാമെന്ന് പറയുമ്പോൾ അല്ലാഹു തആല അമീൻ ഉസ്താദിൻ്റെ സഹധർമ്മിണി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണ്, അലിയാർ ഉസ്താദ്.
അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിഷയം വളരുന്ന ലോകവും തളരുന്ന ബന്ധങ്ങൾ. നല്ലൊരു സബ്ജക്റ്റാണ്. ഇൻഷാ അല്ലാഹ് നേരിയ പനിയുണ്ട്, എന്നാലും നമുക്ക് ഈ വിഷയം പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇവിടെ വന്നപ്പോഴാണ് ഈ മഹല്ല് ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ പള്ളിയല്ല, പഴയ മദ്രസയല്ല, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ AC, നമുക്ക് റമളാന് മുമ്പ് തറാവീഹ് റാഹത്തായി നിസ്കരിക്കാവുന്ന രൂപത്തിൽ അല്ലേ ശീതീകരണ യന്ത്രങ്ങൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ, അത് ഏറ്റെടുത്തവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു സ്വപ്നമുണ്ട്. നമ്മുടെ ഈ കാണുന്ന മദ്രസ അതിപ്പോൾ ഒരു നിലയെ വാർത്തിട്ടുള്ളൂ. 2ഉം 3ഉം നിലകൾ കൂടി വാർക്കണം എന്നൊരു സ്വപ്നം ഈ ജമാഅത്തിനുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് ഉമ്മ പെങ്ങന്മാരെ അങ്ങ് ഏൽപ്പിക്കാം അല്ലേ? ഇൻഷാ അല്ലാ ഒരു അരപ്പവൻ വെച്ച്, കഴിവുള്ളവർ 1 പവനും ഇടത്തരക്കാർ 1/2 പവനും വെച്ച് തന്നാൽ നമുക്ക് അത് വാർക്കാൻ മേലേ? ഖജാൻജി, ഇവിടെ ഖജനാവൊക്കെ തീർന്നോ? ഇൻഷാ അല്ലാ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം അവരോട്, വിഷയം അവതരിപ്പിച്ചിട്ട് അല്ലേ? അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ നിങ്ങളും തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒരു റസാഖണ്ണനുണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ ഒരു അകന്ന ബന്ധുവാ. ഇവിടെ ഉണ്ടോ? മജ്ലിസിലുണ്ടോ? ഭാര്യ മരിച്ചുപോയി. ഉണ്ടോ? വന്നിട്ടില്ല. വന്നിട്ടില്ല. അല്ലാഹു തആല പടച്ചവൻ ആഫിയത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്നത് ഒരു മോഡേൺ ഏജിലാണ്. മോഡേൺ ഏജ് എന്ന് പറയുമ്പോൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ പുരോഗതികൾ മനുഷ്യൻ കണ്ടെത്തുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞിരുന്നു, അത് പോയി. ഇപ്പോൾ മെറ്റായുഗമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മക്കളെ എന്താണ് ഈ മെറ്റായുഗം? ഇവിടെ വക്കീലിനറിയാം അല്ലേ? മെറ്റായുഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം കൂടി മെറ്റായിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അതായത് ഒരു പ്രത്യേകതരം കണ്ണട വെച്ച് കഴിഞ്ഞാൽ 3D, വലിയ വില കൂടിയ ഒരു കണ്ണാടിയാണത്. ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ കണ്ണടയുടെ പിന്നിൽ. ശാസ്ത്രം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു മോളോട്, മോളെ എക്സാം ടൈമാണ്, നീ മൊബൈൽ ഉപയോഗിക്കരുത്. മകള് കേട്ടില്ല. ആ മൊബൈൽ എടുത്ത് 2 ആങ്ങളമാർ പണ്ഡിതന്മാർ എടുത്ത് അലമാരിയിൽ പൂട്ടിയപ്പോ ഒരു വീട്ടിലെ ഏക പെങ്ങൾ 16 വയസ്സുള്ള മോള് മട്ടുപ്പാവിൽ കയറി ആത്മഹത്യ ചെയ്തു. ഞാൻ സ്ഥലമൊന്നും പറയണ്ട, എല്ലാവർക്കും മനസ്സിലായി. ഒരു ആലിമിൻ്റെ മകളാ, എൻ്റെ കൂട്ടത്തിൽ കിതാബ് ഓതിയ ഒരു മുസ്ലിയാരുടെ മകളാണ്. ആ കുടുംബത്തിനുണ്ടായ ഷോക്ക് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഇന്ന് ഏറ്റവും വലിയ ഒരു വില്ലനാണ് മൊബൈൽ. പണ്ട് ഞാൻ 20 വർഷം മുമ്പ് മസ്കറ്റിൽ ചെന്നപ്പോൾ ഇസ്മായിൽ ഉഞ്ഞഹാജി, നമ്മുടെ ഫലാഹിയ ഉസ്താദൊക്കെ ഫലാഹിയാണ്, ചങ്ങനാശ്ശേരി ഫലാഹിയ കോളേജിൽ പാസ്സായവരാ. അതിൻ്റെ പിന്നെ കമ്മിറ്റിയിലുള്ള ഒരു ധനികനാണ് ഇസ്മായിൽ ഉഞ്ഞഹാജി. എനിക്ക് വിസ തന്നു, കോളേജിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഗൾഫിൽ ചെന്നു. തിരിച്ചു വരാൻ സമയത്ത് ഉസ്താദിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നത് എന്താണെന്നറിയോ? ഒരു തടിച്ച മൊബൈലാ. ഇന്ന് ആ മൊബൈലൊക്കെ കാഴ്ച ബംഗ്ലാവിൻ്റെ അകത്താണ് ഉള്ളത്. മനസ്സിലായോ? ഇപ്പം നോക്കിയ തന്നെ ഇല്ല.
ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മൊബൈലുകൾ മുഴുവൻ ആൻഡ്രോയിഡ് സെറ്റുകളാ. ഏറ്റവും ചുരുങ്ങിയത് 22,000, 30,000, 60,000, 70,000 രൂപ വിലയുള്ള വലിയ ഫോണുകൾ. ഈ ഫോൺ ഒരു അപകടകാരിയാണ്, അതോടൊപ്പം തന്നെ ഉപകാരിയുമാണ്. ഉപകാരിയല്ലേ? ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് ഹദീസുകൾ നോക്കാൻ പറ്റി മൊബൈൽ കൊണ്ട്. മുളക്കുഴ പള്ളിയിൽ കയറി 5 മിനിറ്റ് വിശ്രമിച്ചു അല്ലേ? ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ അർഷദ് ഫലാഹി പുത്തൂർ പള്ളി ഇമാമാണ്, ഞാൻ പഴയ പള്ളി ഇമാമാണ്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ, ഞാൻ അട്ടക്കുളങ്ങരയ്ക്ക് പോകുമ്പോൾ 4 കൊല്ലം അട്ടക്കുളങ്ങരയിലായിരുന്നു. ട്രെയിനിൽ വെച്ചാണ് മക്തബ ഷാമില എന്ന് പറയുന്ന, അതിലെത്ര കിതാബ് ഉസ്താദുള്ള? 2000-3000 കിതാബുണ്ട്. ചെറിയ ലാപ്ടോപ്പിനകത്ത് മക്തബ ഷാമില ഇൻസ്റ്റാൾ ചെയ്ത് മക്കൾ തന്നു. ഇന്ന് നമ്മുടെ മക്കൾ എവിടെയാ? നമ്മുടെ മക്കളോട് സംശയങ്ങൾ ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ് മൊബൈലിനെ പറ്റി. അത്ര വലിയ ഒരു ലോകം അല്ലേ മോനെ? അല്ലേ? നീ മിടുക്കനാ? മോനാണോ? അല്ല, നോക്കൂ, അവനൊക്കെ ഏബിളാണ്. ശരി, ഞാൻ എൻ്റെ പൊന്നു മക്കളോട് ചോദിക്കുന്നു, ഇപ്പോൾ 19 വയസ്സുള്ള ഒരാൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. ആരാണത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴനിലയൊക്കെ പോകാം. ആദ്യം വളരുന്ന ലോകം പറയണ്ടേ? ആരാ? അപ്പം നിങ്ങൾ പറയണ്ട, സദസ്സ് തെറ്റിദ്ധരിക്കും. ഡെയിലി ക്യാമ്പസുകൾ കയറി ഇറങ്ങുന്നു, സ്ത്രീകൾ വന്ന് ആലിംഗനം ചെയ്യുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആ കൂട്ടത്തിലൊരു പെണ്ണ് ചോദിച്ചു, എനിക്കൊരു കിസ് തരുമോ? ലോകം എവിടെ എത്തി? മനസ്സിലായില്ല ആരാന്നല്ലേ? നസൽ പി ഗഫൂർ. നോക്കൂ, ചെറിയ പയ്യൻ. ഇസ്ലാമിൻ്റെ അഭിമാനം എന്നൊക്കെയാ ഓരോരുത്തർ പറയുന്നത്. ഏത്? പണ്ട് മമ്മൂട്ടി ഫേമസ് ആയപ്പോൾ ഇസ്ലാമിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു അല്ലേ? പക്ഷെ മമ്മൂട്ടി നല്ല മനുഷ്യനാട്ടോ, നിസ്കാരം കളയുന്നില്ലെന്നാണ് റിപ്പോർട്ട് അല്ലേ? പക്ഷെ എന്നാലും ഇനിയൊക്കെ നിർത്തി തൗബയൊക്കെ ചെയ്യേണ്ട സമയമായി അല്ലേ? എന്താ അതിനോട് യോജിക്കുന്നോ മൻസൂർക്ക? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം അല്ലേ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആ രംഗത്തങ്ങനെ, മൊബൈൽ രംഗത്തങ്ങനെ, മെറ്റാരംഗത്തങ്ങനെ, IT ഇൻഫർമേഷൻ ടെക്നോളജി കുതിച്ചു പായുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സൂചന തന്നിട്ടുണ്ട്, ലോകം ആധുനിക കാലഘട്ടത്തിലേക്ക് നീങ്ങും എന്ന്. വല്ലദീ നഫ്സീ ബിയദി ലാ തഖൂമു സ്സാഅതു ഹത്താ യുകല്ലിമ സിബാഉ അൽ ഇൻസ. എൻ്റെ ആത്മാവ് ഏതൊരു അല്ലാഹുവിൻ്റെ കയ്യിലാണോ, ലോകം അവസാനിക്കുകയില്ല. ഹത്താ തുകല്ലിമ സിബാഉ അൽ ഇൻസ. വന്യജീവികൾ മനുഷ്യനോട് വർത്തമാനം പറയുന്നത് വരെ. വന്യജീവികൾ മനുഷ്യനോട് കിന്നാരം പറയും, വർത്തമാനം പറയും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉടനെ എത്തും. പ്രവാചകന്റെ കാലത്ത് അത് നടന്നിട്ടുണ്ട്. അത് മുത്തുനബിയുടെ മുഅ്ജിസത്താണ്. വഹത്താ തുകല്ലിമ റജുല അദബതു സൗതി. മനുഷ്യനോട് സംസാരിക്കും അവന്റെ ചാട്ടവാർ. വശിറാഖു നഅലി. അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാറ്. ചെരുപ്പിന്റെ വാറും ചാട്ടവാറും മനുഷ്യനോട് സംസാരിക്കും. വയുഖ്ബിറുഹു ഫഖിദുഹു. മനുഷ്യനോട് അവന്റെ തുടകൾ വിളിച്ചു പറയും. ബിമാ അഹ്ദസ അഹ്ലുഹു ബഅദഹു. അവൻ പുറപ്പെട്ടു കഴിഞ്ഞ് അവന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ തുട വിളിച്ചു പറയും. കണ്ടോ? ഇപ്പൊ തന്നെ അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രം നടത്തി കഴിഞ്ഞിരിക്കുക. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖറബു സമാൻ. ലോകം അവസാനിക്കുകയില്ല, സമാൻ അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശ്ശഹർ. ഒരു കൊല്ലം ഒരു മാസം പോലെ അനുഭവപ്പെടും. വശ്ശഹറു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ച പോലെ അനുഭവപ്പെടും. വൽ ജുമുഅതു കൽ യൗം. ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വൽ യൗം 24 hours 24 മണിക്കൂർ കല്ലിർമതി ബിന്നാർ. തീപ്പൊരി പോലെ കഴിഞ്ഞു പോകും. കണ്ടോ? തീപ്പൊരി ഒരു 24 മണിക്കൂർ തീപ്പൊരി പോലെ കടക്കും. നമുക്കിന്ന് അനുഭവപ്പെടുകയാ. ഒരുപാട് ഹദീസുകളുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മഹദി പുറപ്പെടും. ഇന്നിപ്പോൾ സമയമില്ല, നമുക്കിന്ന് നിശ്ചയിച്ച വിഷയം തന്നെ സംസാരിക്കാം. ഞാൻ ഈയിടെയായിട്ട് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇമാം മഹദി, ലോകത്തിൻ്റെ വിമോചകൻ. മുത്തുനബി പറഞ്ഞു, ഇമാം മഹദി വരുന്നതിന് മുമ്പ് അല്ലാഹു തആല പ്രകൃതിയെ ഒന്ന് ഒരുക്കും. ഞെട്ടിപ്പോവും ആ ഹദീസ് കേട്ടാൽ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ് സാഅതു ഹത്താ യക്സുറൽ മാലു വയഫീലഹ്. ലോകം അവസാനിക്കുകയില്ല, സമ്പത്ത് ഒഴുകുന്നത് വരെ. അത് വർദ്ധിക്കും, അത് ഒഴുകും. പൈസ വർദ്ധിച്ച് ഒഴുകും. ഇപ്പോഴത്തെ ക്രൈസിസൊക്കെ താൽക്കാലികമാ, അത് പോവും. പൈസ വർദ്ധിക്കും, ക്യാഷ് വർദ്ധിക്കും, അത് ഒഴുകും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വ അൻഹാറാ. നിങ്ങൾക്ക് കാണാം, അറേബ്യയുടെ മണ്ണ് മടങ്ങി വരും. ഇപ്പോൾ മരുഭൂമിയാണ്, അറേബ്യയുടെ മണ്ണ് മടങ്ങി വരും. മുറൂജൻ വ അൻഹാറാ, നദികളും പച്ച തുരുത്തുകളും ഗ്രീനറിയും കൊണ്ട് മടങ്ങി വരും ഇൻഷാ അല്ലാഹ്. മടങ്ങി വന്നു. സൗദിയുടെ ഒമാൻ്റെയൊക്കെ 17% ഇപ്പോൾ പച്ചപ്പ, ഗ്രീനറിയാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഈയിടെ റിപ്പോർട്ട് ചെയ്തതാ. എത്ര ദിവസങ്ങളാണ് അവിടെയൊക്കെ മഴ പെയ്തത്? മീഡിയ 1, ന്യൂസ് 18, ഇന്ത്യ വിഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അവസാനം മുത്തുനബി പറഞ്ഞു, വഹത്താ, അങ്ങനെ ഇമാം മഹദി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഫൈദാ റഅയ്തുമൂ ഫബായിഉ വലൗ ഹബ്വൻ അലസ്സൽജ്. ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമാം മഹദിയെ ഫോളോ ചെയ്യണം, പിൻപറ്റണം. വലൗ ഹബ്വൻ അലസ്സൽജ്. സൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ കട്ടയുടെ മുകളിലൂടെ, ഹബ്വൻ മുട്ടിലിഴഞ്ഞാണെങ്കിലും ശരി. ഇപ്പോൾ ഹൈലും സൗദിയുടെ കിഴക്കൻ മേഖലയിലെല്ലാം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇമാം മഹദി വരാൻ അടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മുട്ടിലഴഞ്ഞു പോയി ഇമാം മഹദിയെ ബൈഅത്ത് ചെയ്യും. ഈ ഹദീസ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പണ്ട് കണ്ടതാണ്, പക്ഷെ ഇന്ന് അല്ലാഹു തആല അത് വരച്ച് കാണിക്കുന്നു നമ്മുടെ മുമ്പിൽ. അമീൻ ഫലാഹി ഉസ്താദ് പറഞ്ഞതുപോലെ. പക്ഷെ നമുക്ക് ഹദീസിനോട് വിലയില്ല, അല്ലേ? ഹദീസുകളുടെ കിതാബ് വായിക്കുമ്പോൾ ജനങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. മതി, ഒറ്റ ഹദീസ് മതി ഡെയിലി. ആ ഹദീസിനെ ആദരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം, ആദരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ വഅള് നടത്തുമ്പോൾ നമ്മുടെ അമീൻ ഫലാഹി ഉസ്താദും അവരൊക്കെ ഫലാഹിയയിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ ഉസ്താദാണ് സലീം ഉസ്താദ്. നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. 24 കൊല്ലം ചങ്ങനാശ്ശേരിയിൽ ആ കോളേജിനെ നയിച്ച ആളാണ്. വഫാത്തായി. അല്ലാഹു ആ ഖബർ വിശാലമാക്കട്ടെ, അല്ലാഹു ആ കുടുംബത്തെ സംരക്ഷിക്കട്ടെ. കുട്ടികളെ വാർത്തെടുക്കാൻ അറിയാവുന്ന ഉസ്താദ്. മനസ്സിലായില്ലേ? ആരോടും ദേഷ്യപ്പെടില്ലല്ലോ, അടിയില്ലല്ലോ. ഈ മക്കളെ വലിയ സ്നേഹമായിരുന്നു, എനിക്കറിയാം. ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഗൾഫിലെല്ലാം പോയത്. ബഹ്റൈൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോയി. ആദ്യം നദീർ മൗലവി പോയി, ഉസ്താദ് അതിൻ്റെ ചെയർമാൻ, എല്ലാ സ്ഥലത്തും പോയി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിനെ ബഹുമാനിക്കണം. നമ്മൾ ഇൽമ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഇന്ന് ഒരു സമയവും കളഞ്ഞില്ല. പനി ആയതുകൊണ്ട് കുറച്ചൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഇമാം ഗസാലിയുടെ മുകാശഫത്തുൽ ഖുലൂബ്, ഒരു ഒന്നാം തരം കിതാബാണ്. നമ്മുടെ ഖൽബ് വൃത്തിയാവും. ആ കിതാബ് കുറേ നോക്കി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ. നിങ്ങളെല്ലാവരും മോഡേൺ ഏജിൽ, മെറ്റായുഗത്തിൽ നിങ്ങളെല്ലാവരും ജീവിക്കുന്നവരാ. ഇന്ന് നമ്മൾ TV ഒരുപാട് തുറക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ആവശ്യമുള്ള ന്യൂസൊക്കെ മൊബൈലിൽ കിട്ടും. ന്യൂസ് മൊബൈൽ കാണാറുണ്ടോ? ഉണ്ടോ? അല്ല, ജമാഅത്തിനൊക്കെ പോകുന്നവർ കാണാറുണ്ടോ? അതെ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഈ രംഗത്തേക്ക് വഴി കാണിച്ചത് ആരാന്നറിയോ? ആരാ ഒന്ന് പറഞ്ഞു. ഒരു ദിവസം മൂസാമല്ലാന വീട്ടിൽ വന്നു. എൻ്റെ വാപ്പാടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാപ്പ വലിയ ആലിമാണ്, നമുക്കറിയാം.
നിങ്ങളുടെ വീട്ടിൽ എത്ര ആലിമീങ്ങളുണ്ട്? ആരുമില്ല. എന്നാ ഒരാളെ വീട് എന്ന് പറഞ്ഞു. ആ പുള്ളിയാ ഞാൻ, എനിക്കാ നറുക്കിട്ട്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ സവാദ് ഉസ്താദ്, എൻ്റെ അനിയൻ സവാദ് കാസിമിയുണ്ട്. അൽഹംദുലില്ലാ ആ പരമ്പരയിൽ എനിക്ക് 2 ആൺപിള്ളേരാണ്. എൻ്റെ 2ാമത്തെ കുട്ടി സൽമാൻ ഹാഫിളാണിപ്പോൾ തഫ്സീറും ജലാലൈനിയൊക്കെ ഓതുന്നു. നമ്മുടെ ചേതനയറ്റ ശരീരം, മരക്കൊള്ളി പോലെ തണുത്ത ശരീരത്തിൻ്റെ മുമ്പിൽ വന്ന് ഒരു ഹാഫിളായ ആലിമായ മകൻ കൈകെട്ടി മയ്യത്ത് നിസ്കരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലേ? അള്ളാഹു എൻ്റെ അത്തച്ചിക്ക് നീ പുറത്തു കൊടുക്കല്ലാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലിമ നമുക്ക് വേണ്ടേ? ഇൻഷാ അല്ലാ നിങ്ങളും കൊടുക്കൂലേ? ഒരാളെ തരുവോ? എന്തേ മിണ്ടാത്തത്? ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ. ഒരു കുട്ടിയെ മുസ്ലിയാരാക്കുമെന്നല്ലേ ചോദിച്ചത്? ഇൻഷാ അല്ലാ. എന്താ ഉസ്താദേ ഭയങ്കര ഒരു ഫ്രീസിങ്, മരവിച്ചിരിക്കുകയാണല്ലോ. കാശ് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും, അല്ലേ? പരിശുദ്ധ ഖുർആൻ കൂടുതൽ ചോദിക്കാൻ പറഞ്ഞത് ഇൽമ, റബ്ബി സിദ്നി ഇൽമ. ത്വാഹ സൂറത്തിലെ ആയത്ത. ഫ്രാൻസിസ് ബേക്കൺ ഒരു വലിയ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലിറ്റിൽ സയൻസ് ടേക്ക് മാൻ ഫ്രം ഗോഡ്, ബട്ട് മച്ച് ഓഫ് ഇറ്റ് ബ്രിങ്സ് ഹിം ബാക്ക് ടു ഹിം. അല്പജ്ഞാനം മനുഷ്യനെ നാസ്തികനാക്കും, മനുഷ്യനെ ഫ്രീ തിങ്കറാക്കും, യുക്തിവാദിയാക്കുമെങ്കിൽ അഗാധ ഡീപ്പ് നോളേജ്, അഗാധത്തിലുള്ള പഠനം മനുഷ്യനെ ഈശ്വര വിശ്വാസിയാക്കും. അല്ലേ? സാർ എഡ്യൂക്കേറ്റഡ് അല്ലേ? എനിക്കറിയാം പന്തളങ്കാരെല്ലാം നല്ല ഗ്രാജുവേറ്റ് ആണ്, അല്ലേ? ഒരു വക്കീലിരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് പറയാം. തെറ്റൊന്നുമില്ലല്ലോ. ഷാ അമീനസാദൊന്നും മോശമല്ല കേട്ടോ. അവരൊക്കെ മക്കളെ പഠിക്കണം, എന്നും പഠിക്കണം, എന്തു പഠിക്കണം. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യക്യാദികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. മൗലാന അബുൽ ഹസൻ അലി നദ്വി ആരാ? മൗലാന കണ്ണിയത്ത് ഉസ്താദ് ആരാ? മൗലാന ഷംസുൽ ഉലമ ആരാ? മൗലാന റഈസുൽ ഉലമ ദക്ഷിണയുടെ പ്രസിഡന്റായിരുന്ന ശിഹാബുദ്ദീൻ ഉസ്താദ് ആരാണ്? ഞങ്ങളുടെ എല്ലാം ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട ദക്ഷിണയുടെ പ്രസിഡന്റായി ദീർഘകാലം ശോഭിച്ചു നിന്ന ചേലക്കുളം അബുൽ ബിഷ്ര മൗലവി. കിതാബ് എടുക്കണ്ട. ഏതാടാ ഇന്ന് വിഷയം? വിഷയം മഹല്ലി. ഒതുക്കോ, ഷാഫി ഫിഖിലെ കിതാബാണ് മഹല്ലി. അപ്പം കുറച്ച് കഴിയുമ്പോൾ അനഫിക്കാർ വരും. എന്താടാ അതെനിക്കിന്ന് ഹിദായ ഓതി തരണം. ഹിദായ, ഹനഫി മദ്ഹബിൻ്റെ ഹിദായ എല്ലാം നിശ്ചയമാ. കിതാബ് നോക്കണ്ട. ചേലക്കുളം ഉസ്താദ്. ബഹുമാനപ്പെട്ടവരെ, എനിക്ക് മിൻഹാജുൽ ആബിദീനും എനിക്ക് തജ്വീദും എനിക്ക് നഫായിസുൽ ഉർത്തുലിയായും ഒക്കെ ഓതി തന്നത് മൗലാന അബ്ദുൽ കരീം ഹസറത്ത. അള്ളാഹു തആല പടച്ചവൻ അവരുടെ എല്ലാം ആഖിറം അള്ളാഹു വെളിച്ചമാക്കി തരട്ടെ, അല്ലേ? ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യും? ഷമ്മാസ് ഉസ്താദിന് വേണ്ടിയും ദുആ ചെയ്യും. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ വഅദ് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. ഒരു ദിവസം പേപ്പറിൽ ഫോട്ടോയും പേരൊക്കെ വരൂലേ? ഉറപ്പാ വരികയെന്ന് വരും. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു മരണസമയത്ത് മുഅ്മിനായി മരിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ലോകം ഒരുപാട് വളർന്നു. നമ്മുടെ പഴയ കാരണവന്മാരിന്ന് എണ്ണിച്ചു വന്നാൽ അന്തം വിടും, അല്ലേ? നമ്മുടെ മൊബൈലും നമ്മുടെ ടിവിയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കണ്ട് ഞെട്ടിപ്പോവും. ഇവിടെയാണ് ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്ന ചർച്ച. എൻ്റെയും കുടുംബ ബന്ധം, അമീൻ ഉസ്താദിൻ്റെയും കുടുംബ ബന്ധം, നാം ഓരോരുത്തരുടെയും കുടുംബ ബന്ധം എങ്ങനെ സംവിധാനിക്കണം? ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. ഇണ എന്ന് പറഞ്ഞാൽ തുണയാണ്, ഒന്നൊന്നിനെ ആശ്രയിക്കുന്ന രൂപത്തിലാണ്. സൂറത്ത് യാസീനിൽ ആ മഹാത്ഭുതം അല്ലാഹു പറഞ്ഞത് സുബ്ഹാന എന്ന വേട് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. ഒരല്ലാഹുവിൻ്റെ അസ്തിത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. ഖലഖൽ അസ്വാജ കുല്ലഹാ. സമസ്ത വസ്തുക്കളെയും അവൻ ഇണകളായിട്ട് പടച്ചു, ജോഡികളായിട്ട് പടച്ചു.
അസ്വാജ കുല്ലഹ ഉണ്ടില്ലേ, മിമ്മാ തുംബിതുൽ അർള് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും, വമിൻ അൻഫുസിഹിം അവരുടെ ശരീരങ്ങളിൽ നിന്നും, വമിമ്മാ ലാ യഅലമൂൻ അവരറിയാത്ത മറ്റനേകം വസ്തുക്കളിൽ നിന്നും അള്ളാഹു പടച്ചത് ഇണകളായിട്ടാണ്. ഈ അടുത്ത കാലത്താണ് മനുഷ്യർ കണ്ടെത്തിയത് നമ്മുടെ ഈ സസ്യലതാദികൾക്കും ജോഡി അതിനുമുണ്ട്, ഈ ഇണ അതിനും ആണും പെണ്ണും ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത കാലത്താ. വമിൻ അൻഫുസിഹിം നോക്കൂ, മനുഷ്യരുടെ നഫ്സ് മനുഷ്യരുടെ ശരീരവും അള്ളാഹു സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. വഖലഖനാകും അസ്വാജ നിങ്ങളെ നാം പടച്ചത് ഇണകളായിട്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പുരുഷനാണ്, നമ്മുടെ ഇണകൾ നമ്മുടെ ഭാര്യ പെണ്ണാണ്. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും വൈകല്യമുണ്ടോ അവിടെ? അല്ലാഹു തആല എല്ലാം നൽകിയില്ലേ? ഇല്ലേ? പക്ഷേ നമുക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല. നമുക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഗർഭം ധരിക്കാൻ പറ്റുമോ? ഇല്ല. അർരിജാലു ശഖായികുൻ നിസാ അന്നിസാഉ ശഖായികുർ റിജാൽ പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ നേരെ പകുതിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ പെണ്ണിന് ആത്മാവുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇസ്ലാം പറഞ്ഞു, നീയും നിന്റെ ഭർത്താവും ഇണയാണ്, തുണയാണ്. വഖലഖനാകും അസ്വാജ ഈ കണ്ണാടിയുടെ ഈ കണ്ണടയുടെ 2 ഗ്ലാസ് പോലെ രണ്ടും തുല്യ അവകാശമുള്ള സ്വത്വത്തിൻ്റെ ഉടമയാ. നമ്മുടെ കാലിൽ കിടക്കുന്ന ഷൂ പോലെ, നാം സഞ്ചരിക്കുന്ന സൈക്കിളിൻ്റെ വീലു പോലെ പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു, അല്ലേ? വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇനി നമ്മൾ അറിയാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വലുതാക്കി തരുന്ന വിദ്യുത് ശക്തി, അത് പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റർ ഇവിടെ ഇരിക്കുന്നു, 2-3 പേരുണ്ട്. ചോദിച്ചു നോക്കൂ, ഈ വയറില്ലേ, ഈ വയറിനകത്തുകൂടി എത്ര ചെറിയ വയറ് പോകുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കൂ. 2 വയറ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ 3 ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും. പിന്നെ എന്താടാ ഒന്നിൻ്റെ പേര്? എർത്തല്ലേ? ന്യൂട്രൽ. എനിക്ക് ഈ കറണ്ടിനെ പറ്റി വലിയ ഇൽമില്ല, പേടിയാ. എന്താ അറിയോ, തൊട്ട ചാടി പിടിക്കുന്നത് കൊണ്ടാട്ടോ. ഭയങ്കര പേടിയാ കറണ്ടിനെ. അതുകൊണ്ട് കറണ്ടിനെ പറ്റി കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ ചില കുട്ടികളില്ലേ, കറണ്ട് കൊണ്ട് അമ്മാനമാടും, അല്ലേ? അല്ലാഹു തആല അവരെയൊക്കെ കാക്കട്ടെ. അപ്പോൾ താപ ചാർജും ഇർണ ചാർജും അത് പ്രവർത്തിക്കുമ്പോൾ ഈ വിദ്യുച്ഛക്തി പ്രവർത്തിക്കും. നോക്കൂ, എനിക്ക് കുടിക്കാൻ ചൂടുവെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, വാട്ടർ. അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? H2O, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ വാട്ടർ ഉണ്ടാവും. അതിൽ ഒന്ന് തീ കെടുത്താനുള്ളതാണ്, ഒന്ന് തീ പിടിപ്പിക്കുന്നതുവാ. കണ്ടോ? അത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ തീയെ കെടുത്തുന്ന ഒരു മാറ്റർ അള്ളാഹു ഉണ്ടാക്കി തരിക, വെള്ളം. തീപിടുത്തം ഉണ്ടായാൽ വരുമല്ലോ, അല്ലേ? റെസ്ക്യൂവിൻ്റെ ആളുകൾ വന്നിങ്ങനെ വെള്ളം അടിക്കുന്നില്ലേ? അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒന്ന് തീ പിടിപ്പിക്കുന്നതും ഒന്ന് തീ പിടിക്കാൻ സഹായിക്കുന്നതുവാ. ഇത് ചേരുമ്പോൾ വാട്ടർ ഉണ്ടാകുന്നു, വാട്ടർ കൊണ്ട് തീ കെടുത്തുന്നു. എന്തൊരു കുതിരത്തല്ലേ? ഇനി മാഗ്നറ്റിക് എടുത്തു നോക്കൂ, അതിനുമുണ്ട് സൗജിയത്ത്, സൗത്ത് പോൾ, നോർത്ത് പോൾ. അങ്ങനെ വമിമ്മാ ലാ യഅലമൂൻ എന്ന ആയത്തിങ്ങനെ പോകും. ശാസ്ത്രം പഠിക്കും തോറും നിങ്ങളറിയാത്ത അവരറിയാത്ത മറ്റനേകം പദാർത്ഥങ്ങളും അള്ളാഹു പടച്ചത് ഇണകളായിട്ടാണ്. എന്താണ് ഇണയുടെ ധർമ്മം? ഇണയുടെ ധർമ്മം ഇണയെ പ്രാപിക്കലാണ്. എന്തിനു വേണ്ടി? ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം നിക്കാഹിനെ പ്രോത്സാഹിപ്പിച്ചു, വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅ്മുറുനാ ബിൻ നിക്കാഹ് വയൻഹാനാ അനിത് തബത്തുൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് കഴിക്കാൻ ഞങ്ങളോട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, അവിടെ നിന്ന് നിരോധിക്കുമായിരുന്നു. അനിത് തബത്തുൽ, തബത്തുലിനെ. തബത്തുൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി അടുത്തേക്ക് പോകാതെ അകന്നു നിൽക്കുക, വികാരങ്ങളെ ഉപേക്ഷിക്കുക, ബ്രഹ്മചാരിയായി ജീവിക്കുക. ഇസ്ലാമിൽ ബ്രഹ്മചാരം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ. ആദ്യമായിട്ട് ബ്രഹ്മചാരം കൊണ്ടുവന്നത് ക്രൈസ്തവ മതത്തിൽ തോമാ ശ്ലീഹയാണ്. മനസ്സിലായില്ലേ? ഹിന്ദുക്കളിൽ അത് ധാരാളമുണ്ട്.
ഇസ്ലാമിൽ ബ്രഹ്മചര്യമില്ല. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നുണ്ട്, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ വറഹ്ബാനിയതൻ ഇബ്തദഊഹാ, ബ്രഹ്മചര്യത്തെ അവർ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. മാ കതബ്നാഹാ അലൈഹിം, നാം അവർക്ക് അത് ഫർലാക്കിയതല്ല. കണ്ടോ, ബ്രഹ്മചര്യം അവർ നിർമ്മിച്ചുണ്ടാക്കിയതാണ്, നാം അവർക്ക് അതിനെ ഫർലാക്കിയതല്ല. അള്ളാഹു പറയുകയാണ്, ബ്രഹ്മചര്യം അവർ ആചരിക്കുന്നത് അധർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ്, പക്ഷെ അവർക്കത് കഴിയുന്നില്ല. ഈ അടുത്ത് നടന്ന സംഭവമൊക്കെ നമുക്കറിയില്ലേ അല്ലേ? ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ, കോട്ടയത്ത് ഞാൻ താജ് പള്ളിയിലുള്ളപ്പോഴാണ് മറ്റേ ആ സംഭവം നടന്നത്. അവിടുത്തെ മഠത്തിൽ ഒരു കന്യാസ്ത്രീ കിണറ്റിൽ വീണ് മരിച്ചില്ലേ? അപ്പോൾ കുറേ അടിയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു, വേലി വിളവ് തിന്നുന്നു എന്ന്. സുഹൃത്തുക്കളെ, തൻ്റെ വികാരങ്ങളെ അമർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയില്ല. അതിനെ തുറന്നു വിടാനും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതിന് പ്രോപ്പർ ചാനലിലൂടെ തിരിച്ചു വിടണം. അതിൻ്റെ പേരാണ് നിക്കാഹ്. കണ്ടോ, നിക്കാഹ്. എന്താ നിക്കാഹ് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ തനാക്കഹത്തിൽ അഷ്ജാർ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. തനാക്കഹത്തിൽ അഷ്ജാർ എന്ന് പറഞ്ഞാൽ ഐ തമായലത്ത്, വലിയ വൃക്ഷങ്ങൾ ചാഞ്ഞു വന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ മുട്ടി ഉരുമിപ്പോവും. തനാക്കഹത്തിൽ അഷ്ജാർ, അതിൽ നിന്നാണ് നിക്കാഹ് ഉണ്ടായത്. മനസ്സിലായില്ലേ? കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് യാത്ര ചെയ്യണം, ഒന്നിച്ച് വാഗമണ്ണിലൊക്കെ ടൂറിന് പോകണം, കൊടൈക്കനാൽ, ഊട്ടി, അല്ലേ? പോവോ? ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ നിക്കാഹിൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് കത്ത് കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഇംഗ്ലീഷ് വേർഡുണ്ട്. എന്താ? വെഡ്ഡിങ്, അല്ലേ? ആണോ അല്ലേ? വെഡ്ഡിങ്. വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും വെൽഡിങ് ആണ്. ആണോ അല്ലേ? ഓ, പഴയകാലം ഓർമ്മ വരുന്നു. എവിടെന്നാ പെണ്ണ് കിട്ടിയ? ഇവിടെന്ന് തന്നെ. എന്നാ ഞാൻ കിട്ടിയ എവിടെ നിന്നറിയോ? 400 കിലോമീറ്റർ അപ്പുറത്തുനിന്നാ എൻ്റെ വാരിയെല്ലാം എടുത്തുകൊണ്ട് വന്ന ഇരുട്ടി. എൻ്റെ അമ്മാച്ചൻ പാടിക്കൽ മുഹമ്മദ് കുഞ്ഞ് റാവുത്തർ പണ്ട് എരുമേലി കോൽക്കളിയും ഒക്കെ ആയിട്ട് നടന്ന ആളാ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. എരുമേലി വായ്പൂരൊക്കെ കീഴടക്കിയ മഹാനായിരുന്നു. മോയിൻകുട്ടി വൈദ്യരുടെ മുഴുവൻ പാട്ടുകളും കാണാതെ അറിയാം. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതും. വെള്ള തലപ്പാവും നല്ല പ്രകാശിക്കുന്ന മുഖവുമുള്ള മനുഷ്യൻ. അള്ളാഹു ശ്രീകണ്ഠാപുരം പള്ളിയുടെ മണ്ണിൽ കിടക്കുന്ന മാമിക്കും മാമാക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കണ്ടോ, നിങ്ങളെ കാരണം അവർക്കൊരു ദുആ കിട്ടിയില്ലേ അല്ലേ? അള്ളാഹുവെ, കടക്കാട് പള്ളിയുടെ ഈ ബർസഖി ജീവിതത്തിൽ ഈ പള്ളിയുടെ ചുറ്റിലും അന്ത്യവിശ്രാമം കൊള്ളുന്ന മുഴുവൻ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. ഒരു കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട വാപ്പച്ചി, അള്ളാഹുവെ നീ പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് നീ മൗഫറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ജീവിതം ഷോർട്ടാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിനെ പ്രോത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇസ്ലാം വ്യഭിചാരം നിരോധിച്ച മതമാണ്. ഇസ്ലാം സ്വവർഗരതിയെ നിരോധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ഒരുങ്ങി LGBTQ. എന്താ LGBTQ? ലെസ്ബിയൻ, സ്വവർഗരതി. ആണിൻ്റെ കൂട്ടത്തിലും പെണ്ണ് പെണ്ണിൻ്റെ കൂട്ടത്തിലും. മനസ്സിലായില്ലേ? അതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഹോസ്റ്റലുകളൊക്കെ നടക്കുക. പെണ്ണ് പെണ്ണിൻ്റെ കൂട്ടത്തിൽ, ആണിൻ്റെ കൂട്ടത്തിൽ. എവിടെ പോയി കാലം? ബന്ധങ്ങളൊക്കെ പോവുക സുഹൃത്തുക്കളെ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തകൂനു അഷ്യാ ഇൻദ ഖിറാബിസ് സാഅ, ഖിയാമത്ത് അടുക്കുമ്പോൾ പല സംഭവങ്ങളും അരങ്ങേറും. അതിൽ പെട്ടതാണ് നിക്കാഹുർ റജുലി അർറജുല, ആണിനെ കല്യാണം കഴിക്കും. വനിക്കാഹുൽ മർഅതി അൽ മർഅ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും. വനിക്കാഹുർ റജുലി ഇംറഅതഹു ഫീ ദുബുരിഹാ, ആണ് പെണ്ണിനെ സമീപിക്കും പിൻദ്വാരത്തിലൂടെ. ഒരു ബാഡ് കൾച്ചറാണത്, പാശ്ചാത്യരുടെ കൾച്ചറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വളരെയധികം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മൽഊനുൻ മൻ അതാ, ബാക്കി ഉസ്താദ് പറയട്ടെ ഹദീസ് അല്ലേ?
അള്ളാഹു പടച്ചവൻ കാക്കട്ടെ. ഇപ്പൊ കുറെ ആളുകൾ പറയുന്നു മൃഗത്തിൻ്റെ അടുത്തേക്കും പോകാമെന്ന്. നോക്കൂ, അവർക്ക് സംഘടനയുണ്ട്, ഫ്രീ തിങ്കേഴ്സ്. ഫ്രീ തിങ്കേഴ്സ് എന്നാണ് അവരുടെ പേര്, യുക്തിവാദികൾ. അവർക്ക് ഒരു റൂളോ ഒരു കിതാബോ ഒരു മെസ്സഞ്ചറോ ബാധകമല്ല. അവർ നമ്മുടെ ഖുർആനെ കളിയാക്കുന്നവരാ. അതിൻ്റെ നേതാവാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ. ആ ചങ്ങാതി എത്ര പേരെയാണ്, യുവാക്കളെയാണ് നാസ്തികനാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈയിടെ റഹ്മത്തുള്ള കാസിമി ഇല്ലേ, മലബാറിലെ ഒരു പ്രഭാഷകനാ റഹ്മത്തുള്ള കാസിമി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2024 നമ്മൾ കയറിയില്ലേ 2034 ഒരു 10 കൊല്ലം കഴിയുമ്പോൾ മലപ്പുറം ജില്ലയിൽ നല്ലൊരു ശതമാനം യുവാക്കൾ ഫ്രീ തിങ്കറാവും എന്ന് പറഞ്ഞാൽ യുക്തിവാദിയായി പോവും. അള്ളാഹു കാക്കട്ടെ. കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്നത് 2 ആഴ്ച കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അത് അറിയപ്പെട്ടത്. വയനാട് പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ് 3 ദിവസം വെള്ളം കൊടുത്തില്ല. പൂർണ്ണ നഗ്നരാക്കി പെൺകുട്ടികളുടെ മുമ്പിൽ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് 3 ബെൽറ്റ് തീരുന്നത് വരെ ആ യുവാവ് മൃഗീയമായി തല്ലിച്ചതയ്ക്കപ്പെട്ടു. ആരാ ഇത് ചെയ്തത്? അക്കൂട്ടത്തിലുണ്ട് 2 മുസൽമാൻ അല്ലേ, നാമധാരികൾ. നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, പക്ഷേ നമ്മുടെ കുട്ടികൾ എവിടെ ചെന്ന് എത്തിപ്പെടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. കാരണം 1 മൊബൈൽ, 2 എഡ്യൂക്കേഷൻ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ വേണമല്ലോ. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ. നമ്മുടെ മക്കളെ എല്ലാ ദിവസവും നിരീക്ഷിക്കേണ്ടത് നമ്മുടെ ഉമ്മയ്ക്കാണ് എപ്പോഴും സമയം. ബാപ്പയെ കിട്ടൂല. അത്തച്ചി എവിടെ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകും. അമ്മച്ചി അടുത്തുണ്ടാവും. നമ്മുടെ തള്ളയെപ്പറ്റി കവി പാടി, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ. ഉമ്മ മദ്രസയാണ്, കലാലയമാണ്, അംഗൻവാടിയാണ്. ഇദാ അഅദത്തഹാ, ഉമ്മയെ നീ അതിനു വേണ്ടി തയ്യാറാക്കി എടുത്താൽ, അഅദത്ത ഖൗമൻ ത്വയ്യിബൽ അഅറാഖി, ധാർമ്മികതയിലും സത്യവിശ്വാസത്തിലും വേരുകൾ ആഴ്ന്നിറങ്ങിയ ഒരു തലമുറയെ ഉമ്മയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കും. കണ്ടോ? എൻ്റെ ഭാര്യ എൻ്റെ 2ാമത്തെ മോനോട് ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ സലാം പറഞ്ഞിട്ട് പോ. അങ്ങനെ 10 വട്ടം പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്ക് സലാം പറയൂലേ? സ്കൂള് വിട്ട് വന്നാൽ അസ്സലാമു അലൈക്കും പറയൂലേ? അല്ലേ? മക്കളെ ഇനി പള്ളിയിൽ പോയി നിസ്കരിക്കുമോനെ, ആ തൊപ്പിയൊന്ന് വെച്ചോണ്ട് പോ. അത് വെച്ച് പഠിപ്പിക്കണം. കെട്ടാതെ തൊപ്പി ധരിക്കലും നബിക്കുണ്ട്, തൊപ്പിക്ക് മീതെ കെട്ടലും പതിവുണ്ട്. തൊഴവ മുത്തുനബി തൊപ്പി വെച്ച് നടക്കുമായിരുന്നു, തൊപ്പിക്ക് മീതെ കെട്ടിക്കൊണ്ടും നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഈ സുന്നത്ത് ഏതാണെന്നറിയോ? ഇത് പാളയം ഇമാമിൻ്റെ സുന്നത്താ. മലബാറിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മുസ്ലിയാക്കന്മാർ, ഉസ്താക്കന്മാർ, ഫൈസി, സഖാഫി, മുസാമാരൊക്കെ ഞങ്ങളെ കളിയാക്കും. തെക്കൻ കേരളത്തിൽ നിന്ന് തട്ടവിട്ടവർ വരുന്നുണ്ടെന്ന് പറയും ഇല്ലേ? ഞങ്ങളെയൊക്കെ തട്ടമിട്ട മുസ്ലിയാക്കന്മാരതാ പറയുന്നത്. അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ മക്കൾക്ക് ഒരു തൊപ്പി വെച്ച് പള്ളിയിൽ പോവാൻ ഒന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? നോക്കൂ, ഞാൻ ഇന്ന് രാവിലെ ഒരു ഹദീസ് കണ്ടു, എന്നെ പിടിച്ചു കുലുക്കിയത്. ഇമാം സുയൂത്തി ജാമിഉ സഗീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അദ്ദിബു ഔലാദകും അലാ സലാസി ഖിസാൽ. നിങ്ങളുടെ പൊന്നുമക്കൾക്ക് 3 കാര്യം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ, അത് കൾച്ചറിന്റെ ഭാഗമാക്കണേ. അദ്ദിബു എന്നാ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 3 കാര്യം? 1, ഹുബ്ബി നബിയിക്കും, മുത്തുനബിയെ സ്നേഹിക്കാൻ പറയണം. നമ്മുടെ മക്കളോട് പ്രവാചകനെ പറ്റി പറഞ്ഞു കൊടുക്കണം, മുത്തുനബിയോടുള്ള സ്നേഹം പറഞ്ഞു കൊടുക്കണം. അതുപോലെ ആലി ബൈത്തി, പ്രവാചകന്റെ അഹ്ലു ബൈത്തില്ലേ, ആ കുടുംബത്തെയും സ്നേഹിക്കാൻ പറയണം. കണ്ടോ? മൗലാന അബുൽ ഹസൻ അലി നദ്വി സയ്യിദായിരുന്നു. മഹാന്മാരായ സയ്യിദന്മാർ പ്രവാചകന്റെ പരമ്പരയിലുള്ളവരാണ്. അവരെ സ്നേഹിക്കാൻ പറയണം. 3ാമത്തത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണവും പഠിപ്പിച്ചു കൊടുക്കണം. കണ്ടോ? ഞാനിപ്പോൾ ഹെവൻ സ്കൂളിൻ്റെ പ്രീ സ്കൂളിൻ്റെ 6ാമത്തെ വാർഷികത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്.
അവിടെ 3-ാമത്തെ വയസ്സിൽ കുട്ടികളെ എടുക്കുന്നു. 3 കൊല്ലം, 1 കൊല്ലം കൊണ്ട് അമ്മ ജുസു ഹാഫിലാക്കുന്നു, 2 കൊല്ലം കൊണ്ട് നാലിറ ഖുർആൻ മൊത്തം തീർക്കുന്നു. നോക്ക് നിങ്ങൾ, നമുക്കിവിടെ അങ്ങനെ സ്ഥാപനം ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇൻഷാ അല്ലാ ഇല്ലെങ്കിൽ അത് തുടങ്ങണം. കാരണം എനിക്കും നിങ്ങൾക്കും ചില സുന്നത്തായ ദുആകൾ ചെയ്യാൻ മറന്നു പോകും, പക്ഷെ ഈ മക്കൾ ചെയ്യും. ഉണ്ടോ? അൽഹംദുലില്ലാഹ് ഹിഫ്ളിന്റെ സ്ഥാപനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു മക്കൾ ഒരു 3-ാം ക്ലാസ്സിൽ നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ട് ആ മക്കൾക്ക് ഖുർആനും നാലിറ 1 ജുസു ഹാഫിലായിക്കോട്ടെ, അവർ അമ്മ ജുസു, ബാക്കിയെല്ലാം നോക്കി നാലിറ എന്ന് പറയും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹദീസിൽ വന്ന ദുആകൾ. ഞാനൊരിക്കലേ എൻ്റെ അനിയൻ്റെ മോളെ പരീക്ഷിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? ഞാൻ വിസ്മി പറഞ്ഞില്ല. അൽഹംദുലില്ലാഹി അതാമനി വസഖാനി വജാലനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, മൂത്താപ്പ തെറ്റ്. മൂത്താപ്പ എവിടെന്നാ പഠിച്ചേ? കൊച്ചു കുട്ടിയാ പറയുന്നത്. മൂത്താപ്പ എല്ലാം തെറ്റാ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താ പറയണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ദുആയ മൂത്താപ്പ ചൊല്ലിയത്. ശരി, കിടക്കാൻ പോകുമ്പോൾ ഏത് ദുആയ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന. ഞാൻ തെറ്റിച്ചു പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാ, ശോ മൂത്താപ്പാക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. കിടക്കാൻ പോകുമ്പോൾ പറയേണ്ടത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹിയ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹിയ. ആ ദുആ പറഞ്ഞാണ് കിടക്കേണ്ടത്. ഇൻഷാ അല്ലാ. എന്താണ്? എന്തോ ഒരു സംസാരം ഉണ്ടല്ലോ അവിടെ. അതൊക്കെ അറിയാവോ? എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാ നമ്മുടെ ന്യൂ ജനറേഷനെ, വളർന്നു വരുന്ന തലമുറയെ നാം സുന്നത്തായ ദുആകൾ പഠിപ്പിച്ചെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. നിക്കാഹാണ് ഇസ്ലാം തെരഞ്ഞെടുത്തത്. വിവാഹബാഹ്യ ബന്ധം ഇസ്ലാം ബാൻ ചെയ്തു. ഉദാഹരണമായിട്ട് സിന, വ്യഭിചാരം. വ്യഭിചാരത്തിന് ദുനിയാവിൽ 3 ഭവിഷ്യത്തുണ്ട്, ആഖിറത്തിലുമുണ്ട് 3 അപകടം. ദുനിയാവിലെ അപകടം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. 1 മൻഉർ റിസ്ഖ്, റിസ്ഖ് അള്ളാഹു തടഞ്ഞു വെക്കും. 2-മത്തത് ഖത്ഉൽ അജൽ, ആയുസ് ചുരുങ്ങിപ്പോകും. 3-മത്തത് സവാദുൽ വജ്ഹ്, മുഖം കറുത്തുപോകും. ചിലപ്പോൾ വിളിക്കും നമ്മളെ, ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. പോകരുത്, പോകരുത്. അപ്പോൾ അല്ലാഹു തആല എന്തിനു പറയുന്നു? റോഡിലൂടെ പോകുന്ന ഒരു സുന്ദരി. ഈയിടെ ചെറുപ്പക്കാരൻ എന്നോട് പറയാ, ഷമ്മാസ് ഉസ്താദ് നിസ്കാരത്തിൽ നിന്നും ഒരു രസം കിട്ടുന്നില്ല, അതിനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ്, കണ്ണിനെ നിയന്ത്രിച്ചാൽ മതി. ഞാനൊരു കിതാബിൽ അങ്ങനെ കണ്ടായിരുന്നു. നമ്മൾ കണ്ണിനെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ വഴിയിലൂടെ കാണുന്ന എല്ലാ ഫോട്ടോയും നമ്മൾ എടുക്കും. അതെവിടെ പോയി കിടക്കും? എവിടെ കിടക്കും? ഉള്ളിൽ പോയി കിടക്കും. അന്ന് ഇത് 2-3 ഓർമ്മ വരും. ഓർമ്മ വരുന്ന ആരെയാ? അടിപൊളി ചരക്കുകളാ ഓർമ്മ വരും, അല്ലേ? പിന്നെ ഫോൺ നമ്പർ ചോദിക്കും. എന്നിട്ട് ഫോണിലൂടെ എന്ത് പറയും? ഐ ലവ് യു. ആരും കേട്ടില്ലല്ലോ. കാരണന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞ് കേൾപ്പിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം പറഞ്ഞ നിക്കാഹ്. അലിയാർ തങ്ങളോട് ചോദിച്ചു, മൻ നിക്കാഹ്, എന്താണ് നിക്കാഹ്? അലിയാർ തങ്ങൾ ആരാ? അന മദീനത്തുൽ ഇൽം, ഞാൻ ഇൽമിന്റെ തോട്ടമാണെങ്കിൽ വ അലിയുൻ ബാബുഹാ, അലിയാർ അതിൻ്റെ ഗേറ്റാണ്, അതിൻ്റെ വാതിലാണ്. അലിയാർ തങ്ങളെ പറ്റി കിതാബിൽ വന്നത് പരന്ന് വായിക്കണേ. ഭയങ്കര അലിയാർ തങ്ങൾ ആരാന്നാ. അലിയാർ തങ്ങളോട് ചോദിച്ചു, എന്താണ് നിക്കാഹ്? അപ്പോൾ അലിയാർ തങ്ങൾ നർമ്മം കലർത്തിക്കൊണ്ട് പറഞ്ഞു, സുറൂറു ഷഹർ, 1 മാസത്തെ സന്തോഷം. ഹുമൂമു ദഹർ, ലൈഫ് ടൈം ദുഃഖം. കുസൂറു ലഹർ, നടുവൊടിയുന്നു. ലുസൂമു മഹർ, മഹർ നിർബന്ധമാകുന്നു. എല്ലാം റാ ചേർത്ത് പ്രാസോപ്പിച്ചാ പറഞ്ഞത്. സുറൂറു ഷഹർ, ഹുമൂമു ദഹർ, കുസൂറു ലഹർ, ലുസൂമു മഹർ. അല്ലേ? ശരിയല്ലേ? പെണ്ണ് കെട്ടുമ്പോൾ എന്നാ ചൂടാ. കെട്ടിക്കഴിയുമ്പോൾ യാ അല്ലാ 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നും സൽക്കാരം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് പോയി, അല്ലേ? പിന്നെയോ ഓരോ കല്യാണത്തിനും അവൾ പറയും, എനിക്ക് ലാച്ച വേണം, ചുരിദാർ വേണം, ഇത് പറയും. ലൈഫ് ടൈം ദുഃഖം ഉണ്ടോ?
പിന്നെ അവളുടെ ദേഹത്ത് തൊടണമെങ്കിൽ ഇസ്ലാം മഹർ നിർബന്ധമാക്കി, മഹർ കൊടുത്തിട്ടേ തൊടാൻ പറ്റൂ. കണ്ടോ, മനസ്സിലായില്ലേ? അപ്പം നടുവൊടിയും ഇതൊക്കെയാണ് നിക്കാഹ് എന്ന് ഫലിതം കലർത്തിയ അലിയാർ തങ്ങൾ പറഞ്ഞു. ആ നിക്കാഹ് പ്രിയപ്പെട്ടവരെ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിക്കാഹ്. നിക്കാഹിന് മുമ്പ് നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം? പല ഭാഗത്തുനിന്നും കല്യാണാലോചന വരും, പെട്ടെന്ന് വാക്ക് കൊടുക്കരുത്. അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തുങ്കഹുൽ മർഅതു ലി അർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിനസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഒരു സ്ത്രീ സാധാരണ വിവാഹം ചെയ്യപ്പെടും 4 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, സമ്പത്തിനെ പരിഗണിക്കാറുണ്ട്. രണ്ടാമത്തത് വലിനസബിഹാ, അവളുടെ കുടുംബം പരിഗണിക്കാറുണ്ട്. വലി ജമാലിഹ, അവളുടെ ബ്യൂട്ടി പരിഗണിക്കാറുണ്ട്, സൗന്ദര്യം. വലിദീനിഹ, അവളുടെ ദീനും പരിഗണിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഏറ്റവും പരിഗണിക്കേണ്ടത് ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുത്ത് വിജയിച്ചോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദീനുള്ള നല്ല കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോ പണത്തിൻ്റെ പിന്നാലെ പോവോ? ഇയകൂനൂ ഫുഖറാഅ യോനിഹിമുല്ലാഹു മിൻ ഫളിലി, അവര് പച്ച പാവങ്ങളാണെങ്കിൽ അള്ളാഹു അവൻ്റെ സമ്പത്താകുന്ന ഫളില് കൊടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കും. ഈ വിശ്വാസം വേണം. കണ്ടോ, ഒരാള് ദീൻ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് സൗന്ദര്യവും അള്ളാഹു കൊടുക്കും, ആ പെണ്ണിന് അള്ളാഹു തആല സമ്പത്തും വെൽത്തിയും അള്ളാഹു കൊടുക്കും. ചില ആളുകളുണ്ട്, ലോഡ് കണക്കിന് സിമൻ്റ് അല്ല, സ്വർണം മേടിച്ചു, ഭയങ്കര വില കൂടിയ കാറും മേടിച്ചു, അവസാനം ഇപ്പം വല്ലതും ഉണ്ടോ? ഹബീബെ, സമ്പത്ത് വരും പോകും. അൽമാലുൽ ലില്ലുൻ സാഇൽ, അത് നീങ്ങിപ്പോകുന്ന നിഴല സമ്പത്ത്. ഇന്നെൻ്റെ പോക്കറ്റിൽ, നാളെ നിങ്ങളുടെ പോക്കറ്റിൽ. കണ്ടങ്ങിരിക്കും ഒരുത്തനെ കണ്ടില്ലെന്നു വരുത്തുന്നതും അല്ലാഹു. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അല്ലാഹു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും അല്ലാഹു. പടച്ചോൻ കാക്കട്ടെ, അല്ലേ? അല്ലാഹു കാക്കട്ടെ. ഇന്നൊരാൾ എനിക്ക് 3 വീടിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ആരാന്നറിയോ? ആരാ? എൻ്റെയും അമീൻ ഫലാഹി ഉസ്താദിൻ്റെയും വല്യുമാട ആങ്ങളയുടെ മക്കളാണ് ഈ അജ്മിയും ഈ KK പുട്ടുപൊടിയും. അജ്മി 3 വീട് പണിതു, ഭയങ്കര വീടാ അല്ലേ? എനിക്ക് ഗൾഫിൽ നിന്ന് അയച്ചു തന്നെ, ദുബൈയിൽ നിന്ന്. അപ്പോൾ കേരളത്തിലെ, കർണാടകത്തിലെ, തമിഴ്നാട്ടിലെ, ഖത്തറിലെ, മിഡിൽ ഈസ്റ്റിലെ സഹോദരങ്ങൾ പുട്ടുനിന്ന് അള്ളാഹു അജ്മിക്ക് പണം കൊടുത്തില്ലേ? അതിനു മുമ്പ് ഒരാൾ കേരളത്തിൽ ജീവിച്ചിരുന്നു, അദ്ദേഹം ഇപ്പോൾ അടിമാലി പള്ളിയുടെ കുന്നിൻ്റെ മുകളിൽ കിടപ്പുണ്ട്, നവാസ് വീരാൻ. അദ്ദേഹം കുറച്ച് ഉണക്കമുളകും മല്ലിപ്പൊടിയും പൊടിച്ച് കൂടിനകത്താക്കി ഇങ്ങനെ നടന്നു. മല്ലിപ്പൊടി ഉണ്ട്, എടുക്കുന്നോ? ആദ്യത്തെ അവസ്ഥ അതാ. ഈസ്റ്റേൺ ബിരിയാണിക്ക. അദ്ദേഹം സ്റ്റേജിൽ ഇതുപോലെ 2 ദിവസം ഇരുന്നു. ഞാനവിടെ 2 ദിവസം വാലോ പറഞ്ഞു മൂപ്പര വീടിൻ്റെ മുമ്പിൽ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അള്ളാഹു ആ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സമ്പന്നർ വിചാരിച്ചാൽ ഇൻഷാ അല്ലാഹ് അജ്മി ഹാജിയാർ എനിക്ക് ബന്ധമുണ്ട്, ഞാൻ എപ്പോൾ ചെന്നാലും പള്ളിയുടെയൊക്കെ വിഷയം പറഞ്ഞാൽ തരും. ഒന്ന് കാണുമ്പോൾ പറയണം ഇൻഷാ അല്ലാഹ് ഒരു 10 വീട്, 10 ലക്ഷത്തിൻ്റെ 10 ലാഖിൻ്റെ ഒരു 10 വീട് നിരത്തി പണിത് കൊടുക്കുക പാവങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യൂലേ? ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കോളനി ഉണ്ട്, എന്താ കല്ലിങ്കൽ കോളനി. കല്ലിങ്കൽ ആ അണ്ണൻ എല്ലാവർക്കും 3 സെന്റ് സ്ഥലം കൊടുത്തു. അതിന്നൊരു കോളനി, അവിടെ ഇന്നൊരു പള്ളിയുണ്ട്. അദ്ദേഹം അതാ കാഞ്ഞിരപ്പള്ളി നേനാർ പള്ളിയുടെ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒന്നും കൊണ്ടുപോവോ? ഒന്നും കൊണ്ടുപോവില്ല. ഈ സമ്പത്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ മുതലാളിയില്ലേ കാറൂൻ, ആ കാറൂൻ്റെ ചരിത്രം ഒന്ന് ഇൻഷാ അല്ലാഹ് റമദാനിൽ പറഞ്ഞു കൊടുക്കണേ ഉസ്താദെ. ഇൻഷാ അല്ലാഹ്. അമീൻ ഉസ്താദ് വിനയാന്വിതനായ പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? പരിശുദ്ധ റമദാനിൽ മുഅ്മിനീങ്ങൾക്ക് കുറേശ്ശെ, ഒരുപാട് നീട്ടണ്ട, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ നാം തിരഞ്ഞെടുക്കണം. ആരാണത്?
അദ്ദുനിയാ കുല്ലുഹാ മതാഅ വഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹ. ഈ ദുനിയാവ് മുഴുവനും ചരക്കാണ്, ഏറ്റവും നല്ല ചരക്ക് സച്ചരിതയായ വനിതയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് മർഅതു സാലിഹ? ആരാണ് സച്ചരിതയായ പെണ്ണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, 3 സിഫത്തുണ്ടെങ്കിൽ അവൾ സ്വാലിഹത്താണ്. ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ ഇൻ നളർത ഇലൈഹാ സറതക് വ ഇൻ അമർതഹാ അതാഅതക് വ ഇൻ ഗിബ്ത അൻഹാ ഹഫിളത്ക ഫീ നഫ്സിഹാ വ മാലിക്. ഏറ്റവും നല്ല പെണ്ണ് ഒരു പെണ്ണാണ്. നീ അവളെ നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. നീ അവളെ കൽപ്പിക്കുമ്പോൾ അതാഅതുക അവൾ നിന്നെ അനുസരിക്കണം. വ ഇൻ ഗിബ്ത അൻഹാ നീ അവളുമായി അകലുമ്പോൾ ഹഫിളത്ക ഫീ നഫ്സിഹാ വ മാലിക് അവളുടെ ശരീരം അവൾ സൂക്ഷിക്കണം, നിന്റെ സമ്പത്തും സൂക്ഷിക്കണം. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭാര്യ എന്നല്ല, ഷമാസൂലിയുടെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണം. ആകണ്ടേ? വേണ്ടേ? ആ ഞാൻ ഒരാളൊരു തമാശ പറഞ്ഞു, ഞാൻ ഒരുപാട് ചിരിച്ചു. അയാൾ പറയാ, പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ സജീവ് ഗാന്ധി നിർബന്ധിച്ചിട്ട് കുറേ പേരെ ഫാമിലി പ്ലാനിങ് ചെയ്തില്ലേ, മുറിച്ച് വിട്ടു. എന്താ കിട്ടുന്നത്? കുറച്ച് ഗോതമ്പും ഒരു ബക്കറ്റും കുറച്ചൊരു 300 രൂപയും. ഓർമ്മയുണ്ടോ ആ കാലം? ഓർമ്മയുണ്ടല്ലേ? ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു? ഫാമിലി പ്ലാനിങ്ങിന് വിധേയനായി. ഇനി പിള്ളേരൊന്നും വേണ്ട. കെട്ടിയോള് പറയും നമുക്കിനി റെസ്റ്റ് എടുക്കാം. ഇല്ല ഉസ്താദേ? കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഇതേ ഭാര്യ വീണ്ടും പ്രഗ്നന്റ്. ഭാര്യ ഗർഭിണി. ഡോക്ടർ പറഞ്ഞ എന്താ? മെഡിക്കൽ ഓഫീസർ പറഞ്ഞ എന്താ? നിർത്തിയെന്നാ പറഞ്ഞത്, മുറിച്ചെന്നാ പറഞ്ഞത്. ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ ഭാര്യ ഗർഭിണിയാ, ഞാൻ എന്ത് ചെയ്യാൻ? ഇത് എവിടെന്നാ? നിങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് അല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ നാട്ടുകാർക്ക് മുഴുവനും നിർത്തിയിട്ടില്ല, നിങ്ങൾക്കേ നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ആരാണ് പിന്നിലെന്ന്. ഒന്ന് മനസ്സിലായോ? അതേ സംഭവം മിനിയാന്ന് നടന്നു. താനൂരിൽ ഒരു ജുമൈലത്ത് 1 ഇയർ ഭർത്താവുമായി പിണങ്ങിയിരിക്കുക. ആ പെണ്ണ് ഗർഭിണിയായി. നോക്കൂ, ഗർഭിണിയാണെന്നുള്ള വിവരം ബന്ധുക്കൾ അറിഞ്ഞു, പ്രസവിച്ചു. ആ കുട്ടിയെ പ്ലാസ്റ്റിക് ബക്കറ്റ് നിറച്ച് വെള്ളം നിറച്ചിട്ട് ആ കുട്ടീനെ കുനിച്ചു പിടിച്ചു. ശ്വാസം മുട്ടി ആ കുട്ടി മരിച്ചു. എന്നിട്ട് അതിനെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. ഒരു നിമിഷ നേരത്തെ സിന എന്ന് പറയുന്ന സുഖമാണ് ഈ കണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹദീസിൽ വരുന്നുണ്ട്, യക്സുറു ഔലാദു സിന. ഖിയാമത്ത് അടുക്കുമ്പോൾ ഈ മോഡേൺ ഏജിൽ നിങ്ങൾക്ക് കാണാം, ജാരസന്തതികൾ വർദ്ധിക്കും. മദ്രസിലാത്ത കുഞ്ഞുങ്ങൾ പെറ്റുപെരുകും. ഹത്താ ഇന്ന റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിയത്തി ത്വരീഖ്. നിങ്ങൾക്ക് കാണാം, അന്ന് നടുറോഡിൽ വെച്ച് ഒരാണ് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. നടുറോഡിൽ വെച്ച്, ലോഡ്ജിലും ഇടവഴിയിലൊന്നും അല്ല. അപ്പോൾ ഇയാൾ പറയും, അന്നത്തെ ഒരു നല്ല മനുഷ്യൻ പറയും, ലവിഅത്ത് സൽത്തുമാ അനി ത്വരീഖ്, നിങ്ങൾക്ക് വഴിയിൽ നിന്ന് മാറിക്കൂടെ, അവൻ നല്ലവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഇന്നലെ പഴയ പള്ളിയിൽ ജുമാ കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഈ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ട്രാൻസ്ജെൻഡർ, ആദ്യം ആണായിരുന്നു പിന്നെ പെണ്ണായി, ആദ്യം പെണ്ണായിരുന്നു പിന്നെ ആണായി. മൻസൂർക്ക, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ആദ്യം ആണായിരുന്നു, പെണ്ണായി സാദിൽ നിന്ന് ഗർഭം ധരിച്ച് അടുത്ത് അല്ലേ, 1 കൊല്ലം മുമ്പ്. ഇല്ലേ സാർ? ഞാൻ പറഞ്ഞു, എടാ നിങ്ങൾക്കിത് അത്ഭുതമല്ലേ, ഇതൊക്കെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ചർച്ച ചെയ്ത. എന്നിട്ട് ഞാനൊരു സംഭവം അങ്ങോട്ട് വായിച്ചു കൊടുത്തു. അന്തം വിട്ടുപോയി പിള്ളേര്, അന്തം വിട്ടുപോയി. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്, എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ പടയ്ക്കുന്നത്? ഈ ആണും പെണ്ണും ഒറ്റ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എന്തിനാന്നൊക്കെ. ഞാൻ പറഞ്ഞത്, അല്ലാട്ട് പോയി നീ ചോദിക്കുക. എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഉണ്ടായാൽ അവരുടെ കുടുംബ ബന്ധം എങ്ങനെ സ്ഥിരപ്പെടും? എല്ലാം മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, അറിയോ നിങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് മുസ്ലിയാക്കന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ പഠിക്കുന്നില്ല. ആ ഖുർആൻ മോളിൽ ഇരിക്കുക, എടുക്കുന്നില്ല. 2-3 വർഷം മുമ്പ് വാട്സാപ്പിൽ ഒരു കഥ വന്നിരുന്നു. പറയട്ടെ. ഒരു ഉസ്താദും ഒരു മുതലാളിയും ഭയങ്കര ബന്ധമായിരുന്നു. ആ മുതലാളി എപ്പോഴും ഉസ്താദിനെ വീട്ടിൽ വിളിച്ച് തിക്കടിയും. ഇവിടെ തിക്കടി ഉണ്ടോ? ഞങ്ങളുടെ ഇരാറ്റൂടെയൊക്കെ തിക്കടിയുടെ നാടാ.
തിക്കിടിയില്ലേ? മീനുസാനോട് ചോദിച്ചാൽ മതി, അതിൻ്റെ ഫോർമുലയൊക്കെ പറഞ്ഞു തരും. നല്ല ഇറച്ചിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു പലഹാരം അത് അല്ലേ? ഇവിടെ ഉണ്ടേ തിക്കിടി? യാ അല്ലാഹ്, ഇവിടെ ഇല്ലേ? അപ്പോൾ എപ്പോഴും തിക്കിടി ഉണ്ട്, അല്ലെങ്കിൽ ഉണക്കക്കപ്പ പുഴുങ്ങിയതുണ്ട് എന്ന് പറഞ്ഞ് ഈ മുതലാളി ഉസ്താദിനെ വീട്ടിലോട്ട് വിളിക്കും. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഉസ്താദ് ഇദ്ദേഹം അങ്ങനെയല്ലേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കൂലേ? അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഉസ്താദ് കണ്ടതെന്താ? പഴയ നിരോധിച്ച 2000 രൂപയുടെ നോട്ട് താഴെ കിടക്കുന്നു. ഉസ്താദ് ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു? ഉസ്താദ് ആ പൈസ എടുത്തിട്ട് ഷോക്കേസിൽ ഒരു മുസാഫിൻ്റെ അടിയിലേക്ക് വെച്ചു. ഉസ്താദ് ഭക്ഷണം കഴിച്ചു. ആ വീട്ടുകാരനുമായി വർത്താനമൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു. ആ വീട്ടുകാരൻ പോയി നോക്കിയപ്പോൾ പൈസ കാണുന്നില്ല. ഭാര്യയോട് പറഞ്ഞു, എടി 2000 രൂപ മിക്കവാറും ഉസ്താദ് മുക്കിയതാ. ആര് മുക്കിയതാ? ഉസ്താദ് എടുക്കാനാണ് സാധ്യത. ഏതായാലും ഈ സമ്പന്നൻ, ഈ സുഹൃത്തിൻ്റെ ബന്ധം മുറിഞ്ഞു. അദ്ദേഹം ഉസ്താദിൻ്റെ അടുത്ത് പോകാതെയായി, ഉസ്താദിനെ വീട്ടിലേക്ക് വിളിക്കാതെയായി. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളോ ഉസ്താദ് നല്ല ബന്ധമല്ലായിരുന്നു, ഇപ്പം 2 വർഷമായാലും മുറിഞ്ഞു പോയിട്ട് എന്താ കാരണം? അതെ, അന്ന് ആ ഉസ്താദിന് നമ്മൾ വിളിച്ച് ഭക്ഷണം കൊടുത്തില്ലേ, അന്ന് 2000 രൂപ കാണുന്നില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് ഉസ്താദിനോടൊന്ന് തുറന്ന് ചോദിക്കേ. അദ്ദേഹം പള്ളിയിൽ വന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അല്ലാ, നിങ്ങൾ ഇതുവരെ എടുത്തില്ലേ? അത് ഞാൻ നോക്കിയപ്പോൾ താഴെ കിടക്കുന്നു, പറന്ന് വീണതായിരിക്കും, ഞാൻ അതിനെ ഷോക്കേസിൽ മുസാഫിൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? 2 കൊല്ലമായിട്ട് ഈ ചങ്ങാതി മുസാഫ് എടുത്തിട്ടില്ല. 2 കൊല്ലമായിട്ട് ഈ ചങ്ങാതി മുസാഫ് എടുത്തിട്ടില്ല. ഇതല്ലേ ഈ സമുദായത്തിന് മുസാഫിനോടുള്ള ബന്ധം അല്ലേ? ഹബീബെ മീനിങ് അറിയില്ലെങ്കിലും ഒലുവോടുകൂടി എടുത്ത് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയും പോലെ ഹാദാ കലാമു റബ്ബി എന്ന് പറഞ്ഞ് മുത്തം വയ്ക്കും മുസാഫിന്. എന്നിട്ട് നെഞ്ചത്ത് ചേർക്കും, എന്നിട്ട് ഓതും. ഇൻഷാ അല്ലാഹ് ചെറിയ സൂറത്തിന്റെ മീനിങ് ഉസ്താദ് നിങ്ങൾക്ക് എടുത്തു തരും. കുൽ ഹുവല്ലാഹ്. കുൽ ഹുവല്ലാഹുടെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നബിയെ പറയണം, കുൽ ഹുവ, അവൻ, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു ഏകന, അവന് മൾട്ടിപ്ലിസിറ്റി ഇല്ല, അവന് നാഡി ഞരമ്പ് ചോര ഇതൊന്നുമില്ല. അല്ലാഹു ഏകൻ, അല്ലാഹു അഹദ്. എടാ ബക്കറ്റാണോ? നീ എന്നോട് ചോദിച്ചില്ല. നമുക്കൊന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യണ്ടേ? എന്നാലല്ലേ ഉസ്താദ് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആളുകൾ ഈ 10 രൂപ കൊടുക്കാതെ 100 രൂപ കൊടുക്കും. മനസ്സിലായോ? അതിൻ്റെ പോരിഷയൊക്കെ പറഞ്ഞു. ഞാൻ പറയാം, മോനെ വിളിക്കാം അവിടെ വെച്ച്. അല്ല, ഞാൻ വിളിക്കാം. എടാ മോനെ, നിൻ്റെ പേരെന്താ? ഇനി വാ, നിൻ്റെ പേരെന്താ? സാഫിറോ? ഇവൻ സാഫിറാണ് കേട്ടോ. എപ്പോഴും സഫറുമൊക്കെ എൻ്റെ പണി, യാത്രക്കാരൻ. അതവിടെ ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സാഫിർ അല്ലേ? സാഫിറു തുർസഖൂന. എന്താ ഖജാൻജി പുറത്ത് കയറിയിരിക്കുന്ന വണ്ടിയുടെ പുറത്ത് വിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വാല് തീർന്നിട്ട് പോയാൽ മതി. ഇനി വാ. അല്ലാഹു തആല പടച്ചവൻ പൂർണ്ണമായി വാലിൻ്റെ സദസ്സിലെ ഇപ്പം തീരും, 2 മണിക്കൂർ വേഗം പോകും. അല്ലാഹു തആല ശബ്ദം കൂടുതലാണോ? ഇല്ലല്ലോ, ക്ലിയർ ആകുന്നില്ല. ഒരല്പം എക്കോ ഉണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസാഫുമായി ബന്ധപ്പെടണം, ഖുർആനുമായി ബന്ധപ്പെടണം. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല, വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. വൈദാ ഖാതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. നോക്കൂ, നിങ്ങളോട് വിവാഹാലോചന നടത്തിയാൽ, മൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും നല്ല സ്വഭാവവുമുള്ള യുവാക്കൾ നിങ്ങളോട് കല്യാണാലോചന നടത്തിയാൽ, ഫസവ്വിജു, നിങ്ങളുടെ യുവാക്കളെ കൊണ്ട് ആ പെണ്ണിനെ നിങ്ങൾ കെട്ടിക്കണേ. വഇല്ലാ, നിങ്ങൾ പണവും പത്രാസും എഡ്യൂക്കേഷനും മാത്രമാണ് നോക്കുന്നതെങ്കിൽ, തകും ഫിത്നത്തുൻ ഫിൽ അർള് വഫസാദുൻ അരീൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാകും, വ്യാപകമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിദ്യാഭ്യാസം വേണം, പക്ഷേ ദീനില്ലാത്ത വിദ്യാഭ്യാസം പാടില്ല. അതുകൊണ്ട് മക്കൾക്ക്, നമ്മുടെ ആണിനും പെണ്ണിനും നമ്മൾ ദീൻ കൊടുക്കണം. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവർ വിജയിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പുരുഷനും പെണ്ണിനും
കുറേ ഹക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഖുർആനിൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ മുആശറത്ത് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖോടുകൂടി ഇടപെടണം. കണ്ടോ? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഉത്കൃഷ്ടർ ഭാര്യയോട് നന്നായി ഇടപഴകുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ സഹധർമ്മിണിമാരോട് നല്ല രൂപത്തിൽ ഇടപഴകുന്നു. കണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലും ആയിഷ ബീവിയും മത്സരിച്ചോടുമായിരുന്നു. മത്സരിച്ചോടും. നിങ്ങളോടുവോ? മക്കൾ കണ്ടാൽ പറയും അത്തച്ചിക്ക് പറയാം പണിയൊന്നുമില്ല, ഇപ്പോഴാണ് ഒരു പ്രേമലു, ഇപ്പോഴാണ് ഒരു പ്രേമം എന്ന് ചോദിക്കും അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ആയിഷ ഉമ്മയോട് പറഞ്ഞു, ആയിഷ നമുക്കൊന്ന് ഓടിയാലോ? ഒരു വര വരച്ചു, 1 2 3. ആയിഷ ഉമ്മ ജയിച്ചു. അന്ന് ആയിഷ ബീബി നഹീഫ മെലിഞ്ഞ സ്ത്രീയാ. കുറച്ചു കാലം കഴിഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ഓടി. അന്ന് ആയിഷ ഉമ്മ ഇച്ചിരി തടിച്ചിട്ടുണ്ട്. മുത്തുനബി ജയിച്ചു, ആയിഷ ഉമ്മ പരാജയപ്പെട്ടു. ആദിഹി ബിതിൽക. പണ്ടത്തെ പരാജയമില്ലേ ഇപ്പോഴത്തെ വിജയത്തിന് പകരം? കണക്കൂട്ടിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ ആയിഷ ഉമ്മ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാ? അപ്പൊ അള്ളാഹുവിൻ്റെ റസൂല് പുഞ്ചിരി തൂകിക്കൊണ്ട് തൻ്റെ സഹധർമ്മിണി ആയിഷ ഉമ്മയോട് പറഞ്ഞു, അന്തി, എനിക്ക് നീയാണ് ഏറ്റവും ഇഷ്ടം, നിന്നോടാണ് ഇഷ്ടം. അപ്പോ ബഹുമാനപ്പെട്ട മഹദി ആയിഷ സിദ്ദീഖ ചോദിച്ചു, വമിനർ റിജാൽ, പുരുഷന്മാരിൽ ആരോടാണ് ഇഷ്ടം? അപ്പോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബാക്കി, അത് നിന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ്, എൻ്റെ സന്തത സഹചാരിയ, എൻ്റെ പ്രിയപ്പെട്ട ഹബീബ. അത് മനസ്സിലായോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാം മാതൃകാപരമായി കാണിച്ചു തന്നു. ഒരു ദിവസം റസൂലുള്ളയും ആയിഷ ബീവിയും തമ്മിൽ ഒരു പ്രശ്നം. അത് തീർക്കാൻ വന്നത് ആരാ? ആയിഷ ബീവിയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അബൂബക്കർ സിദ്ദീഖ് മീഡിയേറ്ററാ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആയിഷ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ വാപ്പ വന്നിട്ടുണ്ട്, നീ സംസാരിച്ചോ. നബിയെ അവിടെ നിന്ന് സംസാരം തുടങ്ങി. ആയിഷ ബീവി പറഞ്ഞു, താങ്കളാണെങ്കിൽ ഉള്ളതേ പറയൂ, താങ്കളാണെങ്കിൽ ഉള്ളതേ പറയൂന്ന് കേൾക്കേണ്ട താമസം പൊട്ടീര് കൊടുത്തു. ആര്? അബൂബക്കർ സിദ്ദീഖ് ആയിഷയ്ക്ക്. ലേശം ബ്ലഡ് വന്നു വായിന്നേ. മോളല്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പീന്ന് അബൂബക്കർ സിദ്ദീഖിന് ഇഷ്ടപ്പെടുവോ ഇതൊക്കെ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം മാറി. ഇന്നാ ലം നദുഉക ലിഹാദാ, ഇങ്ങനെ തല്ലാൻ വേണ്ടിയല്ല താങ്കളെ നാം ക്ഷണിച്ചത് ഇങ്ങോട്ട്. വമാ അറദ്നാ മിൻക ഹാദാ, ആയിഷയെ വന്നിട്ട് തല്ലുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു പോലുമില്ല. മാ ലറബ റസൂലുള്ളാഹി ഇംറഅതൻ വലാ ഖാദിമ, മുത്തുനബി ഒരൊറ്റ സ്ത്രീയെ തല്ലിയിട്ടില്ല, ഒരൊറ്റ വേലക്കാരനെയും തല്ലിയിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതിയിട്ടുണ്ട്, ധർമ്മസമരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തല്ലിയിട്ടുണ്ടോ? ഉള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ ഞാനും പറഞ്ഞോളാം. ഞാൻ ആദ്യം 1-2 തല്ലിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ കൊച്ചിൻ്റെ മുഖം പിന്നെ തല്ലിയിട്ടേയില്ല. തല്ലിയിട്ടുണ്ടോ? പക്ഷെ ചില പെണ്ണുങ്ങൾ നമ്മളെ കൊണ്ട് തല്ലിക്കും. ചില പെണ്ണുങ്ങൾ ഭയങ്കര സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ഇവിടെ പന്തളത്ത് അങ്ങനെയല്ല കേട്ടോ. ആടോ? ഇവിടെയല്ല. കാരണം ഇവിടെ ദീർഘകാലം ഷുക്കൂർ ഉസ്താദ്, അമീൻ ഉസ്താദ്, പിന്നെ ആരാന്ന് ഒരുപാട് പേര് നിന്നല്ലേ. നമ്മുടെ അബ്ദുൽ ഗഫാർ മൂലയുടെ തുടക്കം ഇവിടെ നിന്നാണല്ലോ അല്ലേ? ഓക്കെ. എൻ്റെ ഒരു ഫാനാണ് ഗഫാർ മൂല കേട്ടോ. ഞാൻ ഇടത്തലേ ഓതുമ്പോൾ മൂപ്പര് 5ാം ക്ലാസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഞാൻ പ്രസംഗം പഠിച്ചത്. അബ്ദുൽ ഗഫാർ മൗലവി. എൻ്റെ മോൻ ഷമ്മാസിൻ്റെ നിക്കാഹിന് കാരിക്കോട് നേനാറപ്പള്ളി വന്നു. നല്ല അടിപൊളി ഒരു നിക്കാഹിൻ്റെ നസീഹത്ത് ചെയ്തു. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് ചില ആളുകൾക്ക് ചിലരുടെ ശൈലി പിടിക്കൂല. ഇപ്പം ഞാനൊരു സിനിമാ പാട്ട് പാടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? പക്ഷെ ഇന്നൊരെണ്ണം പാടാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സിനിമാ പാട്ടല്ല, അതിനകത്ത് നല്ല വരികളാണുള്ളത്.
മനസ്സിലായില്ലേ? കള്ളക്കള്ള കാമത്തിനൊരു ചൊല്ലപ്പേരെ പ്രേമം, കള്ളക്കഥ ഇനി വേണ്ടേ വേണ്ട, കല്യാണങ്ങൾ വേണ്ട. ഇപ്പോഴത്തെ ശൈലിയാ, മുദ്രാവാക്യമാ, കല്യാണമൊന്നും ഇനി വേണ്ട. ഒട്ട് കഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം, നമുക്ക് അടുത്ത ആളെ പിടിക്കാം. ഉണ്ടോ? കാളയ്ക്കുന്നൊരു വേളി, മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വേളി. ഉണ്ടോ? മമ്മൂട്ടിക്ക 72-73 വയസ്സായി. ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആണുങ്ങൾക്ക് എത്ര ഹൃദയമാ? ഒറ്റ ഹൃദയമേ ഉള്ളൂ. അതിനെത്ര അറയുണ്ട്? അറ 4 എണ്ണം ഉണ്ട്. അറ എത്രയാ? എൻ്റെ പൊന്ന് ഹബീബെ, ഖുർആൻ പറഞ്ഞു, പങ്കിഹോ മാ ത്വാബലക്കും മിനൻ നിസായി മസ്നാ വസുലാസ വറുബാ. 2, 3, 4 നിങ്ങൾക്ക് കെട്ടാം, പക്ഷേ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഫവാഹിദ, ഫവാഹിദ, 1 മതിയെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? വല്ലവരും 2 കെട്ടി ജീവിക്കുന്നുണ്ടാവും, ചോദിച്ചു നോക്കാം. അപ്പൊ അവര് പറയും, അല്ലോ ലറത്തെന്നാ പേര്, മറ്റേ ഭാര്യക്ക് ലറത്തെന്ന് പറയാൻ ഇടങ്ങേറെന്നാ. ആരെങ്കിലും കെട്ടിയോ രണ്ടാമത്? ചില സാഹചര്യങ്ങളിൽ ഇസ്ലാം അനുവദിച്ച ഒരു ലോയാണ് ഈ ബഹുഭാര്യത്വം. നോക്ക, വക്കീലിരിക്കുന്നു, ചോദിച്ചു നോക്കൂ, അല്ലേ? അതുപോലെ തോന്നിയ പോലെ മൊഴിയെല്ലാം പറ്റുമോ? ലാനല്ലാഹു ദായിക്കീന വദായിക്കാത്ത്, ടേസ്റ്റ് നോക്കി രുചിച്ച് നോക്കി നടക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ, അള്ളാഹു ശപിക്കട്ടെ. കെട്ടി നടക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബ്ഗളുൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖ്, ഹലാലിൽ അള്ളാഹുവിന് ഏറ്റവും വെറുത്ത കാര്യം ഡൈവോഴ്സ് ആണ്. തലാഖിനെ പറ്റി ചിന്തിക്കരുത്. പിന്നെ ഉസ്താദ് പറയും നിങ്ങളോട്, തലാഖിലേക്ക് എത്തിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ദൈവിക മതമല്ലേ ഇസ്ലാം. ആ ഇസ്ലാം കുറെ നിയമങ്ങൾ നടപ്പിലാക്കും സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. ഇവിടെ ഇപ്പൊ അതാണ് വിമർശിക്കുന്നത്, അല്ലേ? നിങ്ങൾ നോക്കൂ, ചൈനക്കാരൊരു തീരുമാനമെടുത്തു, നാം 1 നമുക്കൊന്ന്. ഇപ്പൊ ചൈനക്കാരത് മാറ്റി, നാം 2 നമുക്ക് 2. ചൈനയിൽ ഇപ്പം 3 കുഞ്ഞുങ്ങളാകാം, കാരണം ചൈന മുഴുവനും വയസ്സന്മാരെ കൊണ്ട് നിറഞ്ഞു. നാളെ ഇന്ത്യയിൽ ഇതാ വരാൻ പോകുന്നത്. നാളെ ഇന്ത്യയിൽ ഇതാണ് വരാൻ പോകുന്നത്. യുവാക്കൾ വേണ്ടേ നമുക്ക്? അതുകൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മതബോധമുള്ള, ആദർശബോധമുള്ള, അത്യാവശ്യം സീനത്തുള്ള ഒരു സഹാബി, ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, ഒരു പെണ്ണിനെ കല്യാണം നിശ്ചയിച്ചു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ കണ്ടോ? കണ്ടില്ല. എന്നാ നീ പോയി കാണ്. നീ ആ പെണ്ണിനെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ട്. മുഖം നോക്കാം, മുൻകൈയും നോക്കാം. മുൻകൈയും ലഹറും ബത്തിനും നമുക്ക് നോക്കാം. ഇത് ലഹറ്. ഇവിടെ നോക്കുമ്പോ അറിയാം അത്യാവശ്യം അത്യാവശ്യം അരിഷ്ടമൊക്കെ കഴിക്കുന്നുണ്ടെന്നറിയാം. ഇവിടെ നോക്കിയാലും അതുപോലെ മനസ്സിലാവുന്ന ബുദ്ധിയുള്ളവർക്ക്, അല്ലേ? അത് വേറെ ഫന്നാ. മെനിയാന്ന് എന്നോടൊരു യുവാവ് പറയുക, ഉസ്താദേ അതൊക്കെ പണ്ട്, ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പൊ ആണ് ഫുള്ള് പെണ്ണിനെ കാണിച്ചു കൊടുക്കണം, പെണ്ണ് ഫുള്ള് ആണിനും കാണിച്ചു കൊടുത്താലേ അവൾ കെട്ടാൻ തയ്യാറാവുന്നു. ഞാനിപ്പോൾ കാരണവന്മാരെ ഉപമാനിച്ചിട്ട് അത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ശാസ്ത്രമൊക്കെ ഒരുപാട് വലുതായി കേട്ടോ. മനസ്സിലായി കാണും അല്ലേ? അത്രയും ഞാൻ പറഞ്ഞാൽ പോരെ. ശാസ്ത്രമൊക്കെ ഒരുപാട് വലുതായി. ആ വലുതാകുന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ 3 ദിവസം വെള്ളം കൊടുക്കാതെ പെൺകുട്ടികളുടെ മുമ്പിൽ നൂൽ ബന്ധമില്ലാതെ മർദ്ദിച്ച് സ്വന്തം കൂട്ടുകാർ കൊല്ലുക ഒരു സഹജീവിയെ, അല്ലേ? എവിടെ എത്തി? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പെണ്ണിനെ സ്നേഹിച്ചു നോക്ക്, അവൾ 10 ഇരട്ടി തിരിച്ചു തരും. ചോറുണ്ണാതെ കാത്തിരിക്കും ആ പെൺകുട്ടി, നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കും, അല്ലേ? പൂമുഖവാതിൽ കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഈയിടെ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഉണ്ട് വലിയ റൂം, അങ്ങേയറ്റത്തൊരു കട്ടിൽ, ഇങ്ങേയറ്റത്തൊരു കട്ടിൽ. ഞാൻ ചോദിച്ചു, ഹബീബെ എന്തിനാ ഇത്? അവൾ അവിടെ കിടക്കും, ഞാൻ ഇവിടെ കിടക്കും. പാടില്ല. ആ കട്ടിൽ ചേർത്തിടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ 18ാമത്തെ വയസ്സിൽ കയറി വന്ന മണവാട്ടിയാണ് അവൾ. 78ലും 80ലും അതുപോലെ ജീവിക്കണം. നമ്മുടെ ഭാര്യയെ സ്നേഹിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കുറച്ച് നിയമങ്ങളുണ്ട്, ഹക്കുകളുണ്ട്. അത് പാലിച്ചാൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു കാര്യം ഫാമിലി ലൈഫ് പോലെ വേറെയില്ല.
അള്ളാഹു നമുക്ക് നമ്മുടെ സഹധർമ്മിണിയെ സ്നേഹിക്കാനും അവൾക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പെണ്ണേ, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആദരിക്കണം, അനുസരിക്കണം കേട്ടോ. ഹദീസിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മഹാൻ യാത്രയ്ക്ക് പുറപ്പെട്ടു. മുത്തുനബിയുടെ കാലത്താണ്. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ആ വീട് 2 നിലയായിരുന്നു. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നീ താഴത്തെ നിലയിലേക്ക് ഇറങ്ങരുത്. താഴത്തെ നിലയിൽ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. നീണ്ട യാത്ര. കെട്ടിയോളോട് പറഞ്ഞു, നീ താഴത്തെ നിലയിലേക്ക് ഇറങ്ങരുത്. താഴെ ആരുണ്ട്? അത്തച്ചിയുണ്ട്, വാപ്പ ഉണ്ട്. നോക്ക്, വാപ്പ രോഗിയായി. ഈ സഹോദരി മുത്തുനബിയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വാപ്പാനെ കാണാനൊന്ന് താഴത്തോട്ട് ഇറങ്ങിക്കോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ നിന്റെ ഹസ്ബൻഡിനോട് കരാർ ചെയ്തത് താഴത്തോട്ട് ഇറങ്ങരുതെന്നല്ലേ? അതീഇ സൗജകി, നീ നിന്റെ ഹസ്ബൻഡിനെ അനുസരിക്കുമെന്നേ. വാപ്പ മരിച്ചു. ഈ സ്ത്രീ മുത്തുനബിയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ, എൻ്റെ വാപ്പ മരിച്ചു. അതീഇ സൗജകി, നീ താഴത്തോട്ട് ഇറങ്ങാൻ പാടില്ല. വാപ്പാനെ കബറടക്കി. അപ്പോഴും അനുവാദം ചോദിച്ചുകൊണ്ട് ആളെ വിട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം കൊടുത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, റസൂൽ ഇത്ര ക്രൂരനാണോ എന്നല്ലേ? സുഹൃത്തുക്കളെ, അങ്ങനെ പ്രിയതമനെ അനുസരിച്ച് ജീവിച്ച കാലത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇന്നെന്താ നടക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തെ കബറടക്കി തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യഗ്ഫിറു ലി അബീകി ബിതാഅതികി സൗജകി, നിന്റെ ഭർത്താവിനോട് നീ കാണിച്ച കൂറില്ലേ, അനുസരണം, അതിൻ്റെ പേരിൽ അള്ളാഹു നിന്റെ ഉപ്പയ്ക്ക് പുറത്തങ്ങ് കൊടുത്തു. കണ്ടോ? നമ്മുടെ ഭാര്യ നമ്മുടെ അനുവാദം ഇല്ലാതെ ചുരിദാറൊക്കെ എടുക്കാൻ പോയാൽ പ്രശ്നം അല്ലേ? അനുവാദം കൊടുത്താലും പ്രശ്നം, കൊടുത്തില്ലെങ്കിലും പ്രശ്നം. ഈ കടയിലിരിക്കുന്ന സ്റ്റാഫുകൾ ഭയങ്കര സാധനന്മാരാ. ചുരിദാറൊക്കെ മേടിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള സീനിയേഴ്സിനോട് ചോദിക്കും, ആരാ ഈ പെണ്ണ്? അത് ടൗണിലെ ഹത്തീബിൻ്റെ കെട്ടിയോളാ. മനസ്സിലായില്ലേ? അള്ളാഹു പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. കുടുംബജീവിതം കലങ്ങും, തെറ്റിപ്പോകും. അവസാനം മക്കൾക്ക് അഡ്രസ്സില്ലാതെ വരും. എത്ര തൊലാക്കാണ് ഇന്ന് നടക്കുന്നത്. മിഞ്ഞാന്ന് പ്രസിഡന്റ് പറയുകയാണ്, അട്ടിയായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഏത് ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ? അത് കുറവാ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ട് ആത്മഹത്യക്കൊരുങ്ങുന്നു? ഇന്ന് ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടിയുടെ പരിപാടി എന്തെന്നറിയുമോ? ആ പെണ്ണ് വട്ടച്ചെലവിന് കാശുണ്ടാക്കുന്നത് മയക്കുമരുന്നിൻ്റെ കാരിയറാണ്. അവളാണ് ക്യാമ്പസിലും സ്കൂളിലുമൊക്കെ മയക്കുമരുന്ന് എത്തിക്കുന്നത്. MDMA. പഞ്ചസാര പോലെ വെളുത്തിരിക്കും. 1 ഗ്രാമിന് 5500 രൂപയാണ്. പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, പക്ഷെ അല്പം ഉള്ളി വായിൽ വെച്ചാൽ ക്ലിക്കാവും. ഇന്നലെ എൻ്റെ മോൻ സൽമാൻ പറയുകയാണ്, ആപ്പച്ചി ഈയിടെ ഞങ്ങളൊരു കേസ് പിടിച്ചു. എന്താടാ? അത് ഞങ്ങളുടെ സിദ്ദീഖ അത്തിഹാനം പഠിക്കുന്ന ഒരു മുത്താലിമിൻ്റെ വായിൽ കൂണ്. ഞാൻ പറഞ്ഞു, കൂണ് നല്ലതല്ലേ? ആ കൂണല്ല. ഈ കൂണ് കുറച്ചു നേരം വെച്ചാൽ ബാ പൊട്ടും, അത് കഴിഞ്ഞ് ലഹരി ഇറങ്ങും. കണ്ടോ? മുത്താലിമീങ്ങളെ പോലും വിടുന്നില്ല. ആ കുട്ടി പിന്നീടാണ് ഇതറിഞ്ഞത് ലഹരിയാണെന്ന്. എവിടെ എത്തി? MDMAക്ക് അടിമയായാലുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്, ആ ചെറുപ്പക്കാരിക്ക് കുടുംബജീവിതം സക്സസ് ആവില്ല. 2-3 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു നിക്കാഹിന് പോയി. ഒരു നിക്കാഹിൻ്റെ പ്രസംഗം. ഞാൻ ഈയിടെ ആ വീട്ടുകാരെ കണ്ടപ്പോൾ ചോദിച്ചു, അന്ന് നമ്മൾ നിക്കാഹ് ചെയ്ത മോൾക്ക് കുട്ടികളായോ? ഉസ്താദേ, 3 വർഷമായി ആ പെണ്ണിൻ്റെ ദേഹത്ത് അവൻ തൊട്ടിട്ടില്ല. നല്ല മൊഞ്ചനാണ് ഭർത്താവ്, ആരോഗ്യവാനാണ്. പക്ഷേ ആ പെണ്ണിൻ്റെ മുമ്പിൽ വരുമ്പോൾ കുഴഞ്ഞു പോവുകയാ. നോക്കൂ, ഡൈവോഴ്സ് വാങ്ങിച്ചു. എന്നാ പെണ്ണ് കാനഡയിലാണ്. എന്താ സംഭവിച്ചതെന്നറിയുമോ? ഈ യുവാവ് ബിടെക്കിന് പഠിക്കുമ്പോൾ ശരീരത്തിൽ സിറിഞ്ച് കുത്തിവെച്ചു. മയക്കുമരുന്നിനടിമയായി ഞരമ്പൊക്കെ തളർന്നുപോയി. അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദീനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. മനസ്സിലായില്ലേ? നമ്മളെന്തിനായി സ്ത്രീകളെ നോക്കുന്നത്? നമ്മളെന്തിനായി നീലചിത്രങ്ങൾ കാണുന്നത്? നശിച്ചു പോകും. നീലചിത്രം കണ്ടാൽ തന്നെ ഈമാൻ പോകും. ഖബറിനെ പറ്റി ഓർമ്മയില്ല.
ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, കാണരുത്. തഴവ ഉസ്താദ് പറഞ്ഞ എത്ര ശരിയാ അല്ലേ? പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. പടച്ചോൻ കാക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ. തഴവ ഉസ്താദ് സന്ദർഭത്തിനനുസരിച്ച് എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഒരാശുപത്രി കിടന്നപ്പോൾ ഡോക്ടേഴ്സും നേഴ്സുമാരും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ശരീരമാകുന്ന ബോഡിയെ, നല്ലൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പടച്ചോൻ നൽകട്ടെ. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. എങ്ങനെ? ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി, ഒരുപാട് ഹദീസുണ്ട്. ഏതെങ്കിലും പെണ്ണ് മരിച്ചു, മരണപ്പെട്ടു പോയി, ഭർത്താവ് അവളെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭർത്താവിൻ്റെ പൊരുത്തം മേടിച്ച് മരിക്കാൻ നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ത്രീകൾ കുറച്ച് ഇബാദത്തെടുക്കട്ടെ, അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും നിങ്ങൾ. ഞാൻ ഇന്നൊരു ഹദീസ് കൊണ്ട് ഒരുപാട് ചിരിച്ചു. ഏതാ ഹദീസ് എന്നറിയോ? ഇത്തലാത്തു ഫിന്നാർ. മുത്തുനബി പറയുകയാണ്, മേറാജിന്റെ രാത്രിയിൽ ഞാൻ നരകത്തിലേക്കൊന്നെത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. നരകത്തിൽ കൂടുതൽ ഞാൻ പെണ്ണുങ്ങളെ കണ്ടു. ജിബ്രീലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളെ കൂടുതൽ കാണുന്നത് നരകത്തിൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ശഗലഹുമാ അൽ അഹ്മറാൻ അൽ ഹുലിയു വസ്സഅഫറാൻ. രണ്ട് ചുവന്ന വസ്തുക്കൾ നമ്മുടെ പെണ്ണുങ്ങളെ സമയം കീഴടക്കി. ഒന്ന് പൊന്ന്, ഒന്ന് അറിയാമല്ലോ എന്ത്, പൗഡറും കുങ്കുമൊക്കെ കൊണ്ട് വസ്ത്രം കൈയൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഉഷാറാക്കും അല്ലേ? അതിനു വേണ്ടി സമയം പോകും. ഇപ്പം നമ്മുടെ സ്ത്രീകളെ സമയം പോകുന്നത് എന്താണെന്നറിയോ? മലബാറിലൊക്കെ ചെന്നാൽ നോമ്പ് തുറക്കാൻ ഒരുപാട് വിഭവങ്ങളുണ്ടാവും. അതിലൊരു വിഭവമാണ് അല്ലാഹു അലം, എന്താ പേര്? ലേസാണത്. അതിനകത്ത് നല്ല തേനിങ്ങനെ കിനിയും. ഞാൻ കണ്ണൂരിലെ പുതിയാപ്പിളയുണ്ട്, അമ്മായിയമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര വണ്ണമാണ്. ഇപ്പോൾ ഭക്ഷണം മുമ്പിൽ കൊണ്ടു വെച്ചാൽ എനിക്ക് വേണ്ട, മനസ്സിലായില്ലേ? കണ്ണൂരിൽ നിന്ന് പെണ്ണ് കിട്ടുന്നോ? വേണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പെണ്ണുങ്ങൾ ഇതാ റമദാൻ വരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ കലക്ടറേറ്റിൽ യോഗം വിളിച്ചു. നിങ്ങൾ പഞ്ചസാരയെ ഉപേക്ഷിക്ക്, വെളുത്ത വിഷമാണ് പഞ്ചസാര, നിങ്ങൾ അതിനെ ഉപേക്ഷിക്ക്. മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ കിഡ്നി രോഗം, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ തൊടുപുഴ കഴിയുമ്പം വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ തോട്ടങ്ങളും പൈനാപ്പിൾ കൃഷിയാണ്. അവിടെ എൻ്റെ മൂത്തുമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കുറേ നാൾ കയറുകടയായിട്ടിരുന്നു. മുസ്ലിം കടകൾ വളരെ കുറവാണ് അവിടെ, ക്രിസ്ത്യാനികളാണ് ഈ കച്ചവടം. ക്രൈസ്തവർ വന്നിട്ട് സാഹിബേ എന്നാ പറയുക, സാഹിബേ നിങ്ങളുടെ റംസാൻ എപ്പോഴാണ് വരുന്നത്? അത് അടുത്ത മാസം ഒന്നുകിൽ 10 അല്ലെങ്കിൽ 11. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 1 മണിക്കൂർ അവർക്ക് കിട്ടിയാൽ മതി. അവർ മൂത്തു നിൽക്കുന്ന പൈനാപ്പിളിൻ്റെ മുകളിൽ ഒരു തുള്ളി കൊണ്ട് ഇറ്റിക്കും. മാരകമായ വിഷമാണത്, മനസ്സിലായോ? മലബാറിലെ നമ്മുടെ താത്താമാരും കാക്കാമാരൊക്കെ ഇത് വെട്ടി വിഴുങ്ങും. റമദാൻ കഴിയുമ്പോൾ അവരുടെ കിഡ്നി അടിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് മാങ്ങ ഇഷ്ടമാണ്, പൈനാപ്പിൾ ഇഷ്ടമാണ്, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മായമില്ലാതെ എവിടെ നിന്ന് കിട്ടും അല്ലേ? എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് നിക്രീസ് ഉണ്ടോ? ജോയിൻറ്റ് പെയിൻ ഉണ്ടോ? എന്നുവെച്ചാൽ നമ്മുടെ കൈകാൽ മുട്ടിനൊക്കെ വേദനയുണ്ടോ? നിങ്ങൾക്ക് പൈൽസ് ഉണ്ടോ? പൈൽസ് അല്ല, ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോ. ഉണ്ടോ? ശരി, നിങ്ങൾ പതിവായിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം. അത്തിമരം, അത്തിപ്പഴം അല്ലാഹ് സത്യം ചെയ്ത മരമാണ്. അത് പഴമാണ്, അത് ഫ്രൂട്ടാണ്, അത് ഭക്ഷണവുമാണ്, അത് മെഡിസിനുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ 9-8 ഗുണമുണ്ട്. ഓടിച്ച് ഞാൻ പറയാം, നമ്മുടെ വിഷയം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അത്തിപ്പഴം എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്നത് ഡ്രൈയാ.
അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം. എവിടെ ഇട്ടാൽ അത് ഉണങ്ങുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു 3 എണ്ണം എടുത്ത് നന്നായി കഴുകിയിട്ട് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ നിങ്ങൾ ഒരു 20 മിനിറ്റ് ഇട്ട് വെക്കുക. അപ്പോൾ ഈ അത്തിപ്പഴം അങ്ങ് സോഫ്റ്റായി അതിൻ്റെ നീര് വെള്ളത്തിലിറങ്ങി ഒരു ലൈറ്റ് കട്ടൻ ചായയുടെ കളറാണ് വെള്ളത്തിന് വരും. നിങ്ങൾ ആ വെള്ളം കുടിച്ച് അത്തിപ്പഴം തിന്നുക. അല്ലെങ്കിൽ അത് നമുക്കൊരു ഡ്രിങ്കിങ് ആക്കി മാറ്റാം. നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഈ അത്തിപ്പഴത്തെ അകത്തേക്കിട്ട് ഒരു ഈത്തപ്പഴവും ഇട്ട്, പഞ്ചസാര ഇടണ്ട, ഒന്ന് മിക്സി കറക്കി നോക്ക്. ചെറിയ തണുപ്പോടുകൂടി കുടിച്ചോ. ഇതൊരു ജ്യൂസാണ്. പറഞ്ഞ മനസ്സിലായോ? ഈ അത്തിപ്പഴം കഴിച്ചാൽ ഒന്നാമത്തെ ഗുണം യുഖല്ലിലുൽ ബൽഗം, കഫത്തെ കുറയ്ക്കും. ബൽഗം കഫം കുറയ്ക്കും. 2 യുംബിത്തു ഷഅർ, തലയിൽ മുടി വളർത്തും. ചെറുതായിട്ട് കഷണ്ടിയൊക്കെ ഉള്ളവരൊന്നും പരിശോധിച്ച് നോക്കിയോ. ഈയിടെ എന്നോട് ആൾ പരിശോധിച്ചിട്ട് പറഞ്ഞു മുടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? യുംബിത്തു ഷഅർ. ഇത് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ എഴുതി വെച്ചിരിക്കുക. ഏറ്റവും വലിയ തഫ്സീറാണ് തഫ്സീറുൽ കബീർ. 2. മൂന്നാമത്തത് എന്താ? വായിക്ക്, ചില ആളുകൾക്ക് വായിക്ക് ദുർഗന്ധമുണ്ട്. അത് ആമാശയത്തിൽ നിന്ന് വരുന്നതാ. അത് മാറ്റിക്കളയും അത്തിപ്പഴം കഴിച്ചാൽ. മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് അവരിങ്ങനെ മെല്ലെ പുറകോട്ട് മാറും, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കും. മനസ്സിലായിക്കോ, നമ്മുടെ വായിൽ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ടെന്ന് മനസ്സിലായിക്കോ. അള്ളാഹു കാക്കട്ടെ. അത്തിപ്പഴം കഴിച്ചോ, അത് മാറും. 4. അമാനുമിനൽ ഫലജ്. ഫലജ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്. അത്തിപ്പഴം കഴിച്ചാൽ സ്ട്രോക്ക് വരികയില്ല. വന്നിട്ടല്ല പോയി ബേക്കറിയിൽ നിന്ന് മേടിക്കേണ്ടത്. വന്നിട്ട് മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം തന്നെ തുടങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. എന്താ? അപ്പം നിങ്ങൾ പറയും ഷമ്മാസ് ഉസ്താദ് ഇന്നോവയിൽ അത്തിപ്പഴം കൊണ്ടുവന്ന ലക്ഷണമുണ്ട്. ഒരു ലക്ഷണവും ഇല്ല. അതിൻ്റെ കച്ചവടവും എനിക്കില്ല. വീട്ടിൽ ഞാൻ കഴിക്കുന്നു, എൻ്റെ ഭാര്യ കഴിക്കുന്നു, എൻ്റെ ഉമ്മ കഴിക്കുന്നു, ഇരാറ്റുപേട്ടയിൽ ഒരുപാട് പേര് ഇപ്പം കഴിക്കുന്നുണ്ട്. ഈ വിഷയം യൂട്യൂബിലുണ്ട്. 40 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. 40 ലക്ഷം പേര്. ഇത് തീർന്ന ഉടനെ വീണ്ടും കൊണ്ടുവരും കച്ചവടക്കാർ. മനസ്സിലായോ? അത്ര ഗുണമുണ്ട്. അപ്പോൾ സ്ട്രോക്ക് വരില്ല. 5ാമത്തെ ഗുണം എന്താ? യുതഹിറുൽ കല്യത്തൈൻ അല്ലെങ്കിൽ കുലിയത്തൈൻ. 2 കിഡ്നിയെ ശുദ്ധീകരിക്കുന്നു. 2 കിഡ്നിയെ ശുദ്ധീകരിക്കുന്നു. കണ്ടോ? എന്താ ഹബീബെ അതിൻ്റെ ഗുണം? അല്ലാഹു തആല മനസ്സിലാക്കാൻ പഠിച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂലിനൊരു കുട്ട തബക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഈത്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ കുട്ടയാ. ഫീഹീൻ, അതിൽ അത്തിപ്പഴം ഉണ്ടായിരുന്നു. മുത്തുനബി പറഞ്ഞു കുലു മിനത്തീൻ, നിങ്ങൾ അത്തിപ്പഴം കഴിക്കൂ. ഫൈനഹു യൻഫഉ മിനൻ നിക്രി. 6ാമത്തെ ഗുണം, അത് രക്തവാതത്തിന് നല്ലതാ. യൻഫഉ, നഫഅ യൻഫഉ. 7ാമത്തെ ഗുണം യഖ്തഉൽ ബവാസീർ, അത് ബാസൂറിനെ വേരോടെ പിഴുതെറിയും. യഖ്തഉ യൻഫഉ. ഞാൻ മുടിക്കൽ പള്ളിയിൽ ഖതീബായിരുന്നു ഒരു കൊല്ലം. അപ്പോൾ ഈ സംഭവം അവിടെ യാദൃശ്യമായിട്ട് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ വാപ്പാക്ക് ബ്ലഡ് വരുന്നുണ്ട്. വാപ്പാക്ക് ബ്ലഡ് വരും, അറിയല തുണിയിലൊക്കെ ഇങ്ങനെ ബ്ലഡായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടു. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. രാവിലെ 2-3 എണ്ണം, വൈകിട്ട് 2-3 എണ്ണം, ഒരു കുപ്പി ബ്ലഡ് കയറ്റുമായിരുന്നു. ഈ അത്തിപ്പഴം ഒരാഴ്ച കൊടുത്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പം ബ്ലഡൊന്നും കയറ്റണ്ട, നിങ്ങളുടെ വാപ്പ ആരോഗ്യദൃഢ ഗാത്രനായിട്ടുണ്ട്. കണ്ടോ? ബഹുമാനപ്പെട്ടവരെ, ഞാനിത് ഷെയർ ചെയ്യണ്ടേ? നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പഴത്തിന്. അല്ലാഹു തആല പടച്ചവൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മോഡേൺ സയൻസ് തിബ്ബുൻ നബി. ഇന്നലെ ഇശാ കഴിഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ സഹോദരൻ ഡോക്ടർ അർഷദ് ഫലാഹി എൻ്റെ റൂമിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതായത് ഹദീസ്, മോഡേൺ ഹദീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അർഷദ് ഫലാഹിക്ക്. ഇന്നലെ എനിക്ക് ഇബ്നുൽ ഖയ്യിം ജൗസിയുടെ തിബ്ബുൻ നബി, മുത്തനബിയുടെ പ്രവാചക വൈദ്യം, അതിൻ്റെ ഒരു പേജ് എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പറയുകയാണ്, ഒരേ ഇരിപ്പിൽ ഒരേ വയറ്റിൽ പാലും മീനും കഴിച്ചാൽ നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, ആ മനുഷ്യന് വെള്ളപ്പാണ്ട് വരും. കിട്ടുന്നെല്ലാം കഴിക്കും. വാല് പറയുന്ന ഉസ്താദ് വന്നിട്ടുണ്ട്, ബീഫ്, മട്ടൻ, കാട, പോത്ത്. എൻ്റെ പൊന്ന് ഹബീബ്, എല്ലാം കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ മനുഷ്യൻ എന്തിനാ രോഗിയാക്കുന്നത്? രോഗിയാക്കണോ? ഒരിക്കലും കഴിക്കരുത്. ഏതൊക്കെ? പാലും മത്സ്യവും. ഉണ്ടോ? പിന്നെ അതിനകത്ത് കുറേ ഉണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്. അല്ലാഹു തആല പടച്ചവൻ ഇതൊക്കെ നമ്മുടെ ഭാര്യയോട് പറയണം. ഈയിടെ ഒരു വീട്ടിൽ പോയി, എൻ്റെ ഒരു ബന്ധുവാ, ഞാൻ പറഞ്ഞു പാലില്ലാന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു കട്ടൻ ചായ എടുക്ക്, നീ ഒരു ഇഞ്ചി കഴുകിയെടുത്ത് 2 പീസ് അതിനകത്ത് മുറിച്ചിട്, ലെമൺ ഉണ്ടോ? ഉണ്ട്, എന്നൊരു ശകലം അതും പിഴിഞ്ഞോ.
ഞങ്ങളിത് കുടിച്ചിട്ടേ ഇല്ല. അവർ കുടിച്ചിട്ട് പറയാ ഇത്ര നല്ല ഡ്രിങ്കിങ് ആയത് അല്ലേ. നിങ്ങൾ കുടിക്കാറുണ്ടോ? ലെമൺ ടീ കുടിക്കാറില്ല, പക്ഷേ ഇഞ്ചിയും കൂടെ ഇടണം. നമ്മുടെ തൊണ്ട സംബന്ധമായ എല്ലാ രോഗത്തിനും ഇഞ്ചി. ഖുർആൻ പറഞ്ഞു സൻജബീൽ. സൻജബീൽ സൂറത്തു ദഹറിലില്ലേ, സ്വർഗത്തിലെ പാനീയമാണ് സൻജബീല. ഐനം ഫീഹാ തുസമ്മാ സൽസബീല. കണ്ടോ, ഇതൊക്കെ ദഹർ, സൂറത്ത് ദഹറൊക്കെ റമളാനിൽ പറഞ്ഞു കൊടുക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വകയായിട്ട് അതിന് കാശൊന്നും തരണ്ട. ഒരു സ്പെഷ്യൽ പാനീയത്തെ പറ്റി പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു, ഒന്നും കൊടുക്കാനില്ല. ചിലപ്പോൾ അങ്ങനെ വരും, അത് ഷമ്മാസൂലിയുടെ വീട്ടിലും വരും. അങ്ങനെ ഒന്നും കൊടുക്കാനില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ട്, തേങ്ങയുണ്ട്. വൈഫിനോട് പറയുക കുറച്ച് തേങ്ങ ചുരണ്ടുക, എന്നിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ പറയണം. എടി ഇഞ്ചിയില്ലേ, ഇഞ്ചിയുണ്ട്, തൊലി കളഞ്ഞിട്ട് നീ മിക്സിയിലിട്ട് അടിച്ചേ, ഈ പാല് തേങ്ങാപ്പാലും കൂടെ ഒഴിക്ക്, ഇനി അല്പം തണുത്ത വെള്ളം എടുക്കാൻ പറയണം. മനസ്സിലായില്ലേ? ലേശം മധുരവും കൂടെ ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾ പറയും നല്ല സ്വീറ്റ് ഡ്രിങ്കാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. പക്ഷെ അതാ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണേ. ഉണ്ടാക്കുവോ? എന്താ പേര്? അബ്ദുൽ ഷാബുദ്ദീൻ. ഇൻഷാ അല്ലാ നാളെ തന്നെ ഉണ്ടായി കഴിക്കണേ. ഭയങ്കര ചൂടാ. ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ടാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. ഞാൻ ഗൾഫിൽ നിന്ന് ഈയിടെ ഖത്തറിൽ പോയിരുന്നു. അപ്പോൾ ടാങ്ക് ഒരു സുഹൃത്ത് കൊണ്ടുവന്ന ഒരാൾ പറഞ്ഞത് കൊണ്ടുപോകണ്ട, നിവർത്തി ഇല്ലെങ്കിൽ ഈ ടാങ്കൊക്കെ കലക്കി കുടിച്ചാൽ മതി, കെമിക്കലല്ലേ അല്ലേ. നല്ല നാടൻ. ഇൻഷാ അല്ലാ പറഞ്ഞ മനസ്സിലായില്ലേ? അള്ളാഹു തആല പടച്ചോ നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് തരട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം ഇമാം ഗസാലി പറയുന്നു, ഒന്നാമത്തെ ലക്ഷ്യം മനസ്സിൻ്റെ സന്തോഷമാണ്. രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ. പിന്നെ അങ്ങനെ കുറേ എണ്ണി പറയുന്നുണ്ട്, പറയാൻ സമയമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 21-ാമത്തെ സൂക്തം അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കൊരു ഇണയെ അള്ളാഹു പടച്ചു തന്നു. കണ്ടോ, നമ്മുടെ ഇണ പശുവും എരുമയൊന്നുമല്ല, നമ്മുടെ ഇണ ജിന്നല്ല, നമ്മുടെ ഇണ മനുഷ്യസ്ത്രീയാ. ഒരു മനുഷ്യ സ്ത്രീയാ. അവൾക്കൊണ്ട് സ്വന്തമായ സ്വത്വം, വ്യക്തിത്വം, പ്രിൻസിപ്പിൾ, പേഴ്സണാലിറ്റി. നമ്മളത് തിരിച്ചറിയണം. ഞാനിന്നൊരു ഹദീസ് കണ്ട് അത്ഭുതപ്പെട്ടു. ലുക്മാനുൽ ഹക്കീം അത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മഹാനായ ഗസാലി ഇമാം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറണം. ആരെ പോലെ പെരുമാറണം? കുട്ടികളെപ്പോലെ പെരുമാറണം. ഭാര്യയുടെ മുമ്പിൽ ചെന്നിട്ട് തണ്ട് കാണിക്കരുത്. വളരെ സോഫ്റ്റ് ആയിരിക്കണം. അള്ളാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ. നോക്കൂ, ആ കുടുംബജീവിതം സക്സസ് ആകണമെങ്കിൽ അതിൽ ആൺ പെൺ മക്കളുണ്ടാകണം, കുസുമങ്ങൾ ഉണ്ടാകണം. മുത്തുനബി പറഞ്ഞു, അൽ വലദു സമറത്തുൽ ഖൽബ്, മക്കൾ ഹൃദയത്തിൻ്റെ പഴങ്ങളാണ്. മക്കളില്ലെങ്കിൽ ആ ദാമ്പത്തിക ജീവിതത്തിനൊരു സൗന്ദര്യവുമില്ല, സൗരഭ്യവുമില്ല. അള്ളാഹു നമുക്ക് നല്ല മക്കളെ പ്രദാനം ചെയ്യട്ടെ. നല്ല മക്കളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണെന്നറിയോ? ഉമ്മാക്കാണ് ഒന്നാം സ്ഥാനം. എന്താ അതിൻ്റെ കാരണം? ഗർഭം ധരിച്ചത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ബാപ്പ വരുന്ന എവിടെയാണെന്നറിയോ? എവിടെയാ? പന്തളത്തെ സഹകരണ ആശുപത്രിയുടെ വരാന്തേ കൂടി ഫാത്തിഹ ആയത്തുക്കുറിച്ച് ഓതി നടക്കും. അല്ലാഹുവേ ഇതൊന്ന് 2 തരണേ എന്ന് വെച്ചാൽ കെട്ടിയോള് പ്രസവം എടുത്ത് വേദന എടുത്ത് പൊളയുക, അല്ലാഹുവേ 2 2 തരണേന്ന് അല്ലേ. അവിടെ വന്ന് കൊച്ചിനെ നോക്കിയിട്ട് മൂപ്പര് പോവും. കാരണം എന്താ? കച്ചവടത്തിന് പോയിരിക്കുക അല്ലേ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് തരട്ടെ. സുഹൃത്തുക്കളെ, മക്കള് ആണും ഉണ്ടാകണം, പെണ്ണും ഉണ്ടാകണം. ആണും പെണ്ണും കിട്ടിയവർക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് പൂർണ്ണമായി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുക. ഇനി പെണ്ണ് മാത്രമേ ഉള്ളൂ, ആണ് മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾ ദുഃഖിക്കണ്ട, അവരും മക്കളാണ്, അവരെ സ്നേഹിക്കുക. യഹബു ലിമൻ യശാഉ ഇനാസ
ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെ കൊടുക്കുന്നു, അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് ആണിനെയും കൊടുക്കും പെണ്ണിനെയും കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പ്രജനനശേഷിയില്ലാത്ത മച്ചികളാക്കും, പ്രസവിക്കാൻ പറ്റൂല, മച്ചി. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. മക്കളുണ്ടായില്ലെങ്കിൽ എന്തോരം നേർച്ച തരും അല്ലേ, എത്ര സ്വതക്ക നേർച്ച തരും. പള്ളിയിലേക്ക് AC കൊടുത്തേക്കാവുന്നൊക്കെ ദുആ ചെയ്യും അല്ലേ. ഒരു സെക്കൻഡ് പോരെ നമ്മുടെ മക്കൾക്ക് അസുഖം ഉണ്ടാകാൻ. നോക്ക്, മിനിയാന്ന് ഞങ്ങൾ ദുആ ചെയ്തു പള്ളിയിൽ. ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചാ, അവൾ കാസർഗോഡാണ് പഠിക്കുന്നത്. ആ കൊച്ച് ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് എക്സാം എഴുതാൻ പോവുക. ഷാളില്ലേ, ഷാള് കഴുത്തിൽ കുരുങ്ങി വല്ലാണ്ട് ഓവറായിപ്പോയി. ആ കൊച്ചിൻ്റെ കഴുത്ത് ഈ ഭാഗത്തുള്ള ഞരമ്പെല്ലാം മുറിഞ്ഞു. ഇപ്പോൾ തൊണ്ടയ്ക്ക് ഹോളിട്ട് അതിലെയാണ് ശ്വാസം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ഇപ്പം ആ മെമ്മറി തിരിച്ചു വന്നിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, അള്ളാഹു എത്രയോ ഇടപെടുന്നു അല്ലേ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം. മനുഷ്യ, നീ നിന്റെ റബ്ബിനെ കൊണ്ട് വഞ്ചിതനാകരുത്. നിന്റെ റബ്ബാരാ അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നിന്നെ സൃഷ്ടിച്ച് നേരെ ചൊവ്വേ നിന്റെ പാർട്ടുകൾ പിടിപ്പിക്കേണ്ട സ്ഥലത്ത് പിടിപ്പിച്ചോ. നിന്റെ തലമുടി വളരും പോലെയല്ല നിന്റെ പുരികം വളരുന്നത്, നിന്റെ പുരികം വളരുന്നത് പോലെയല്ല നിന്റെ മീശ വളരുന്നത്. നിന്റെ താടി വേറൊരു ശൈലിയിലാണ് വളരുന്നത്. നിന്റെ കയ്യിലെ നഖം വളരുന്നത് പോലെ സ്പീഡിലല്ല കാലിലെ നഖം വളരുന്നത്. ആരാണ് ഇവിടെ ഇടപെടുന്നത്? ഷുജായി മൊയ്ത് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സൂഫി, പക്ഷെ ഭയങ്കര സാധനമോ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മുത്തായിരുന്നു ഷുജായി മൊയ്ത് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഈയിടെ കോഴിക്കോട് പോയപ്പോൾ എനിക്ക് ആ പുസ്തകം ഞാൻ മേടിച്ചു. ഷുജായി ഉസ്താദ് എന്ന ആ പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് പറയുന്നുണ്ട്, പൊട്ടാ നീ മുൻ തുള്ളി പിൻ ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, ഓടുന്നു ഗോഡ ഇടവലം രണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. എന്താ പറഞ്ഞ? പൊട്ട നീ മുൻ തുള്ളി, നീ ഒരു തുള്ളി രേതസ്കണമായിരുന്നു. പിൻ ചോരക്കട്ട, നീ പിന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ചോരക്കട്ടയായില്ലേ. പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, നീ ഇന്ന് പൂർണ്ണ മനുഷ്യനായി, ഇന്ന് മലം ചുമക്കുന്ന ഒരു മനുഷ്യനായി മാറി അല്ലേ. ആണോ അല്ലേ? എന്താ അള്ളാഹുവിനെ അറിയാത്തത്? ഓടുന്നു ഗോഡ ഇടകാലം രണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. ഗോഡ കുതിര ഓടുന്നു, ഗോഡ കുതിര ഓടുന്നു. ഇടകാലം രണ്ട്, വലതും ഇടതും, ഓരോരോ മണിക്കൂറിൽ മാറ്റങ്ങളുണ്ട്. എന്താണ് ഈ പറഞ്ഞത്? നാം ശ്വസിക്കുന്നു, നമ്മുടെ നാസാരന്ധങ്ങളിലെ 1 hour 1 മണിക്കൂറിൽ വലതു ഭാഗത്തതാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇടതു ഭാഗത്ത് അടഞ്ഞിരിക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇടതു ഭാഗത്തത് ഓപ്പൺ ആകും, വലതു ഭാഗത്തത് ബ്ലോക്ക് ആവും. അങ്ങനെ അള്ളാഹു കൊണ്ടുപോവുകയാണ് ഈ ദിവസങ്ങളാകുന്ന കുതിരകളെ അല്ലേ. ചിന്തിച്ചു നോക്കേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ അസ്രാഈലിന്റെ വിളിക്ക് ഉത്തരം ചെയ്യണ്ടേ? അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ കാരണവന്മാർക്ക് അള്ളാഹു ആക്കിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. നമ്മളാക്കിയ നമ്മുടെ പാരൻസ്, ഉപ്പയും ഉമ്മയും, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ എത്ര പാടുപെട്ടു നമുക്ക് വേണ്ടി. അല്ലാഹുവേ അവരുടെ ഖബറിലെ ജീവിതം നീ സ്വർഗത്തിൻ്റെ മലർവാടിയാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ മോമിനീങ്ങൾ പറയും, അല്ലാഹുവേ അവിടെ ബംഗ്ലാവ് ഇവിടെ ബംഗ്ലാവ്, അന്നാലിഹാദ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അപ്പൊ അള്ളാഹു പറയും, നീ മരിച്ചു കഴിഞ്ഞേ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തു. വിസ്തിഗ്ഫാരി വലദിക. മനസ്സിലായില്ലേ? ഞാൻ മിനിയാൻ എൻ്റെ വാപ്പയുടെ കബറങ്കൽ ചെന്നു. മിനിയാൻ നീരാറ്റുപെട്ട നേനാർവിളിയുടെ ചാരത്ത് കിടക്കുന്ന എൻ്റെ ഉപ്പാടെ കബറങ്കൽ ചെന്നു. ഞാൻ എൻ്റെ വാപ്പേനെ ഓർത്തു. ഞാൻ കൊച്ചായിരുന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയത് ഓർത്തു. എന്നെ സ്കൂളിൽ ചേർത്തത് ഓർത്തു. ആ കുട്ടിക്കാലം മുഴുവനും ഞാൻ ഓർത്തു. കണ്ണീന്ന് വെള്ളം വന്നു, കണ്ണീർ കണങ്ങൾ ബാഷ്പകണങ്ങൾ ഇറ്റിറ്റ് വീണു. നാം നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അത്തച്ചീനെ ഓർക്കണം, അമ്മച്ചിയെ ഓർക്കണം. മരണപ്പെട്ടവർ അള്ളാഹു അവരുടെ എല്ലാം ബർസഖി ജീവിതം പടച്ചവൻ സ്വർഗത്തിൻ്റെ മലർവാടിയാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മതിയായില്ലെന്ന് എനിക്കറിയാം, എന്നാലും നല്ല അസ്വസ്ഥ പനിയുള്ളതുകൊണ്ട്
ഞാൻ ഈ ഈരാറ്റുപേട്ടയ്ക്ക് പോവുക, നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. പ്രസംഗമൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ നന്നായിട്ട് പ്രസംഗിക്കാൻ, വലിയ അസുഖമൊന്നും ഇല്ലാത്തപ്പം വരാം. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു എൻ്റെയും നിങ്ങളുടെയൊക്കെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരട്ടെ. സാലിഹാകണ്ടേ? ഹബീബെ, രാത്രി പോലീസുകാർ വന്ന് പൊക്കിക്കൊണ്ട് വന്ന മക്കളാണെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കോളേജിൽ പോയി അടിയും ബഹളം ഉണ്ടാക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ പൊന്നു മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. മക്കളെ എന്നും ഉപദേശിക്കണം. അൽസിമു ഔലാദകും വഅസിനു അദബഹും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഫോളോ ചെയ്യണം, നിരന്തരം പിന്തുടരണം. അവരുടെ കൾച്ചർ നന്നാക്കി കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ കണ്ടോ? മക്കളെ ഒരിക്കലും തല്ലരുത്, ചെരുപ്പെടുത്ത് കസേര എടുത്ത് തല്ലരുത്. അഹിബ്ബുസ്സിബിയാന വർഹമൂഹും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. വൈദാ ബഅതുമൂഹും ഫഫൂലഹും. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പ്രോമിസ് ചെയ്താൽ, വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കണം. എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അട്ടക്കുളങ്ങര ഇമാമ, ഞാൻ മോനോട് പറഞ്ഞ, മോനെ SSLCക്ക് മോശമില്ലാത്ത മാർക്ക് മേടിച്ചാൽ നിനക്ക് ഞാൻ ബൈക്ക് മേടിച്ചു തരുന്നു. ഞാനൊരു റോയൽ എൻഫീൽഡ് വാങ്ങിച്ചു കൊടുത്തു, സെക്കൻഡ് ഹാൻഡ്, നല്ല മാർക്കുണ്ടായിരുന്നു. ആ ബൈക്കിൽ അവൻ 3 കൊല്ലം +1 +2 BCA പൂർത്തിയാക്കി. അത് മനസ്സിലായില്ലേ? നമ്മൾ പ്രോമിസ് ചെയ്താൽ അത് പൂർത്തീകരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹബീബ, നമ്മുടെ ഹബീബ മുഹമ്മദ് മുസ്തഫ. മക്കളെ തല്ലരുത്. വാരി അലക്കുന്ന ചിലരുണ്ട്. കെട്ടിയവളെ കൊണ്ടേ മതിലെ ചേർത്തിട്ട് വയറിട്ട് കുത്തുന്ന ചില ആണുങ്ങളുണ്ട്. പാടില്ല, പാടില്ല. ഒരു പെണ്ണ് നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ നല്ല സ്വഭാവത്തിനാണ് മാർക്ക് കൊടുക്കുന്നത്. ആണോ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് മനസ്സമാധാനം ആ പെണ്ണിൽ നിന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു നിങ്ങളുടെ ഇടയിൽ പ്രേമവും കാരുണ്യവും അല്ലാഹു തആല സൃഷ്ടിച്ചു. നോക്ക്, നിങ്ങൾ എവിടെയോ കടന്ന ആണും പെണ്ണും ഒറ്റ നിക്കാഹിലൂടെ അവർ ആരായി മാറി അല്ലേ? അല്ലാഹു ഇത് എവിടെയാ ഒരുക്കി വെച്ചിരുന്നത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ പല സ്ത്രീകൾക്കും കുടുംബജീവിതത്തിലേക്ക് കടക്കണം. പല യുവാക്കൾക്കും അവർക്ക് സഹധർമ്മിണിമാരെ കിട്ടണം. അല്ലാഹുവേ, പരിശുദ്ധമായ ശഅബാനിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ മറ്റുള്ളവർ വന്ന് റാഞ്ചുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. മൊബൈൽ ഉപയോഗിച്ചതിൻ്റെ ആധിക്യം കൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, നൊന്ത് പ്രസവിച്ച വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഒരു ദിവസം കാലും കൈയും കാണിച്ച് അന്യപുരുഷന്റെ കൂടത്തിൽ ഇറങ്ങിപ്പോയാൽ സമൂഹത്തിന് നാണക്കേട്, കുടുംബത്തിന് നാണക്കേട്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അങ്ങനെയുള്ള നാണക്കേട് നിങ്ങൾ ക്ഷണിച്ചു വരുത്തല്ലേ. ജീവിതത്തിൽ ഡിസിപ്ലിൻ കാണിക്കണേ. ഹിജാബോട് കൂടി കോളേജിൽ പോകണം. ഇന്ന് ക്യാമ്പസിലുള്ള മുഴുവൻ ആമ്പിളർക്കും കൈ കൊടുക്കും. ഇപ്പം അത് മിഞ്ഞാന്ന് നോക്കിയപ്പോൾ ഒരു പുതിയ പ്രാന്ത്. ആ പ്രാന്ത് തന്നെയാ പ്രാങ്കെന്നാവണ്, കിസ്സിങ് പ്രാങ്ക്. മനസ്സിലായോ? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കണ്ണടച്ച് ഇങ്ങനെ നിർത്തും. എന്നിട്ട് ആ പെണ്ണിനെ വേറൊരു പെണ്ണ് വന്ന് ചുണ്ടിൽ ചുംബിക്കുക. അത് കഴിഞ്ഞ ഉടനെ ആ പെണ്ണ് മാറും, ഒരു പുരുഷൻ വന്ന് മുമ്പിൽ നിൽക്കും. എന്തിനാണ് ഈ നിഫാഖ് തരം? സുഹൃത്തുക്കളെ, സമൂഹത്തെ അന്യ സ്ത്രീ പുരുഷന്മാരെ ചുംബിക്കാൻ പഠിപ്പിക്കുന്ന വൃത്തികെട്ട കൾച്ചർ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുക. അല്ലാഹു കാക്കട്ടെ. മുനാഫിക്കിനെ അറിയാവോ? മുനാഫിക്കിനെ അറിയോ? മുനാഫിക്ക് എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയോ? മിൻ നാഫഖയിൽ ഇർബു എന്ന വാക്കിൽ നിന്നാണ് മുനാഫിക്ക് എന്ന പേര് വന്നത്. ഇർബു എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി. ഞാൻ നിർത്തുക. ഇർബു എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി, വലിയ എലിയില്ലേ? ആ എലിക്കൊരു സ്വഭാവമുണ്ട്. അതിൻ്റെ വീട്, അതിൻ്റെ മാളത്തിന് 2 ഗേറ്റ് ഉണ്ടാവും, 2 ഹോളുണ്ടാവും. എപ്പോഴും ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ഒരു മാളത്തിലൂടെ കടക്കും. ഒരിക്കലും ശ്രദ്ധിക്കാത്ത മറ്റേ മാളത്തിലൂടെ ഇവനാ എല്ലാം ഇറങ്ങിപ്പോകുന്നതും ഒക്കെ. അതായത് ജീവിതത്തിൽ വീടുണ്ടാക്കി കാപണ്യം കാണിക്കുന്ന ഈ നാഫഖയിൽ ഇർബുയിൽ നിന്നാണ് ഈ പദം ഉണ്ടായത്. നമ്മുടെ മുമ്പിൽ വരും ചിരിച്ചോണ്ട്, അതോ ഹാജിയാരേ, എടാ നിന്നെ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് പോയിട്ട് പറയും, ഇവൻ പോക്ക. ഒരൊറ്റ
ഒരൊറ്റ വാക്കിനെ നമ്മളെ ആക്ഷേപിച്ച് പറയും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും നിഫാക്ക് പാടില്ല കേട്ടോ, നിഫാക്ക് പാടില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഇഖ്ലാസോടെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു പുണ്യമായ ഷാബാനിൻ്റെ ബർക്കത്ത് കൊണ്ട് റമളാൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എന്നാ ബക്കറ്റ് എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടക്കമാണിന്ന്. നാളെ വരുന്നത് വലിയ ഗർജിക്കുന്ന സിംഹങ്ങളാണ് അല്ലേ? ഈ ബക്കറ്റ് അങ്ങോട്ട് എടുത്തു. ബിസ്മില്ലാ മോനെ സാഫിർ അല്ലേ, എടുത്തു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുന്നു. നല്ലൊരു കുടുംബജീവിതം, മാതൃകാപരമായ ഒരു കുടുംബജീവിതം കാത്തിരിക്കുന്ന നമ്മുടെ സഹധർമ്മിണി അല്ലേ? അള്ളാഹു തആല സ്വപ്നം കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാ നാളെ ഖബറിങ്കൽ വന്ന് നമ്മുടെ മക്കൾ നമുക്ക് സലാം പറയണം. ഇൻഷാ അല്ലാ നമ്മൾ പോലും അറിയാതെ അവർ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. ഇതാ മാത്ത ഇൻസാനുൻ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരാൾ മരിച്ചു പോയാൽ അവൻ്റെ അമലുകൾ തീർന്നു പോകും. അങ്ങനെ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാൽ തീർന്നു പോകും. സദഖത്തിൻ ജാരിയ, അവശേഷിക്കുന്നത് ജാരിയായ സദഖയാ. വ ഇൽമിൻ യുന്തഫഉ ബി, നാഫിയായ ഇൽമാണ്. ഔ വലദിൻ സ്വാലിഹിൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഖബറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് സദഖ ചെയ്യണം. സദഖയില്ലേ, അത് ഭയങ്കര ഒരു സദഖ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മോചനമാണല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാർ, നിങ്ങളിരിക്കുന്ന മദ്രസയുണ്ടല്ലോ, അതിൻ്റെ 2ാം നിലയും 3ാം നിലയും ഒന്ന് വാർത്ത് തരണം. ഈ ജമാഅത്തിന് വാർത്ത് കൊടുക്കണം. നാളെ വരുമ്പോൾ, നാളെ അഫ്സൽ കാസിമി ഉസ്താദാണ്, ജനാബ് നിസാർ അല്ലേ, നിസാർ സാഹിബ് ഈ വേദിയിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ആലോചിച്ച് പറയാം, നമുക്കൊരു ബർക്കത്തിന്. നിങ്ങളാണോ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تحفظنا في أدياننا وأنفسنا وأصحابنا وأزواجنا وأولادنا من كل محنة وشدة ومرض وسحر وعين وفساد وضير. اللهم يسر عسيرنا وسهل أمورنا وقل هوائجنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. കാരുണ്യത്തിൻ്റെ കടലായ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗസയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഫലസ്തീനികളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മുഴുവനും ജീവിച്ചിരിക്കാൻ നോമ്പും തറാവീഹും മറ്റ് നോമ്പ് തുറയും ചാരിറ്റി പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവയവങ്ങളെ നീ പടച്ചവനെ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കിഡ്നി നീ കേടാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മരണം വഴിയിൽ വെച്ചാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, നിൻ്റെ നിഅമത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ എക്സാമിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ ആരംഭിക്കുന്നു, പടച്ചവനെ, നല്ല ഓർമ്മ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഹല്ലിൽ തുടങ്ങിയ തഹ്ഫീദുൽ ഖുർആൻ കോളേജ് നീ കബൂലാക്കണേ അല്ലാഹ്. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം കൊടുക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളുകളും ആലിമുകളുമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് വൃത്തിയാക്കി തരണേ അല്ലാഹ്. ഹസദില്ലാത്ത ഹൃദയം തരണേ അല്ലാഹ്. കിബറില്ലാത്ത മനസ്സ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടി ചെയ്ത പാപം, ആദ്യത്തെ പാപം കിബറാണല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് കിബറില്ലാത്ത ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മകളെ തിന്നുന്ന ഹസദ് നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ നീ വൃത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരുടെ ഹൃദയങ്ങളെ തസ്കിയത്ത് ചെയ്തതുപോലെ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഈ മഹല്ലിൽ ബർക്കത്ത് തരണേ അല്ലാഹ്.
ഉമ്മ പെങ്ങന്മാർ, യുവാക്കൾ, പ്രവാസികൾ, പടച്ചവനെ വിദ്യാഭ്യാസം നേടി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നല്ല ജോലി നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അള്ളാഹുവെ, കഴിഞ്ഞ ദിവസം വലിയൊരു ഓപ്പറേഷൻ കോട്ടയം പാമ്പാടി നിസാർ സാഹിബിന് 4 ബ്ലോക്ക്. അള്ളാഹുവെ, ആ യുവാവിന് നീ ഷിഫ നൽകണേ അല്ലാ, ഷിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന വീട്ടുകാർ, അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മഹല്ലിൽ ഐക്യം, ഉൽഫത്ത്, ഇത്തിഹാദ് നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, വിനയാന്വിതനായ അമീൻ ഫലാഹി ഉസ്താദും ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം ദീനീ സേവനം ചെയ്യുന്ന മറ്റ് ഉസ്താദുമാർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കമ്മിറ്റി ഭാരവാഹികൾ, അള്ളാഹുവെ, അവരുടെ പള്ളിയുടെ പരിപാലനം നീ അനുഗ്രഹീതമാക്കണേ അല്ലാ. അവരുടെ മുറാദുകൾ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. ഈ ജമാഅത്തിനെ എപ്പോഴും സഹായിക്കുന്ന ഉമ്മ പെങ്ങന്മാർ, പ്രവാസികൾ, അള്ളാഹുവെ, ഈ പള്ളിയിൽ ശീതീകരിക്കുന്ന ആ പ്രോഗ്രാം വേഗം നടക്കുകയാണ്. അത് ഏറ്റെടുത്തവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഈ മദ്രസ വിപുലീകരിക്കാൻ അതിൻ്റെ 2ാം നിലയും 3ാം നിലയും പണിത് ഉയർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. റബ്ബന റഹ്മ ബാഅന വ ഉമ്മഹാതിന കമാ റബ്ബൗനാ സിഗാറ. اللهم اجعل القرآن ربيع قلوبنا وجلاء ذنوبنا وذهاب همومنا وأحزاننا يا رب العالمين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. 3 സ്വലാത്ത് എല്ലാവരും ഇൻഷാ അല്ലാഹ് വുളു എടുത്ത് പള്ളിയിലോട്ട് കയറി നമുക്ക് ഇഷ വേഗം ജമാഅത്തായി നിർവഹിക്കാം. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മലായികത്തില്ലാഹിൽ മുഖറബീൻ. പന്തളം നിവാസികളോട് സ്നേഹത്തിൽ നിന്ന് നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു.